കരമുയർത്തി ശബ്ദമുയർത്തി വീണ്ടും 3 ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ രാത്രികാലം, ഈ മാസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ ആരംഭ രാത്രികാലം നാം ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് സാവകാശം തന്നു. ആഗതരായിരിക്കുന്ന എല്ലാ വാത്സല്യ കുടുംബങ്ങൾ, ബഹുമാന്യ പാസ്റ്റേഴ്സ്, ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ഈ രാത്രികാലം വലിയ പ്രതീക്ഷയോടെ ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മോട് ചിലത് സംസാരിക്കുവാനുണ്ട്. ഇന്ന് നമ്മെ ദൈവം അനുഗ്രഹിക്കുന്ന രാത്രികാലമാണ്. എത്ര പേർക്ക് അവിശ്വാസമുണ്ട്? ഹല്ലേലൂയ. നമുക്ക് ഇന്ന് വന്ന് ചേർന്ന് നമുക്ക് ദൈവവചനം സംസാരിപ്പാനായി നാം സ്നേഹിക്കുന്ന, ഞാൻ ബഹുമാനിക്കുന്ന ബഹുമാന്യ ഡോക്ടർ ജോൺ വർഗീസ് അവറുകളാണ്. അദ്ദേഹം ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, അപ്പോൾ തന്നെ ഒരു കൗൺസിലർ എന്ന നിലയിലൊക്കെ ദൈവം ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദൈവദാസനാണ്. അദ്ദേഹത്തെ ലഭിച്ചതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ഈ രാത്രികാലം ഹല്ലേലൂയ കർത്താവിൻ്റെ ദാസന് മുഖവരി ഒന്നും കൂടാതെ സമയം കൈമാറാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തുടർന്നുള്ള സമയം വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്തിലായിരിക്കുമ്പോൾ എല്ലാ ശുശ്രൂഷകളും കർത്താവിൻ്റെ ദാസന് നൽകി ആദരപൂർവ്വം ശുശ്രൂഷയ്ക്കായി ഞാൻ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളും. ദൈവത്തിരുനാമത്തിന് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. പ്രാരംഭ രാത്രിയിൽ തിരുവചനമായി നിൽക്കുവാൻ ദൈവം അവസരം നൽകിയതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരേറ്റുന്നു. കഴിഞ്ഞ വർഷം ഇവിടെ നടക്കുന്ന വിശുദ്ധ സഭായത്തിൽ ഒരു ദിവസം സംബന്ധിപ്പാൻ എനിക്ക് അവസരം ലഭിച്ചത് ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു. എനിക്ക് വളരെയധികം സ്നേഹവും കടപ്പാടുമുള്ള ഒരു സഭയാണ് പെന്തക്കോസ്റ്റൽ മാറാനാഥ ചർച്ച് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ ജനറൽ പ്രസിഡൻ്റായിരിക്കുന്ന പാസ്റ്റർ എം എ വർഗീസ് അവറുകൾ, ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയം മുതൽ എൻ്റെ പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ, അങ്ങനെ ആ കുടുംബവുമായിട്ട് ജെസ്സി ആൻറ്റി അവരുമായിട്ട് വളരെ നേരിട്ട് ഇടപെടുവാനും സംസാരിപ്പാനും പിന്നീട് അത് ശുശ്രൂഷാ രംഗത്തും അതങ്ങനെ തുടരുവാൻ ദൈവം ഇവിടെയാക്കിയതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരേറ്റുന്നു. ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള പലരും എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്. പ്രത്യേകിച്ച് എൻ്റെ പിതാവ് ദോഹയിലെ ശുശ്രൂഷകനായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ മോഹൻ ആ സഭയിലെ അംഗമായിരുന്നു. അതുമാത്രമല്ല, ഏറ്റവും ഇളയ അനുജൻ മാത്യു എബ്രഹാം കുഞ്ഞുമോൻ, അദ്ദേഹവും ആയിട്ടും വളരെ സ്നേഹബന്ധം പുലർത്തുവാൻ ദൈവം അവസരങ്ങളെ നൽകിയിട്ടുണ്ട്. അതിലുപരിയായി ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ദാസനാണ് പാസ്റ്റർ തോമസ് റൂട്ടി അവറുകൾ. ഞാൻ 2017 വീണ്ടും തിരുവനന്തപുരത്തേക്ക് താമസം മാറി വന്ന സമയത്ത് എനിക്ക് കഴക്കൂട്ടത്തിനടുത്താണ് ഞാൻ താമസിക്കുന്നത്. അപ്പം ഞാൻ ചിന്തിച്ചു, ഏതെങ്കിലും അവിടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു സഭ കണ്ടുപിടിക്കാമെന്നുള്ള ചിന്തയിൽ ഇറങ്ങി. ഒരു സഭയുടെ ബോർഡ് നേരത്തെ ഞാൻ കണ്ടിരുന്നു. അത് കണ്ടിട്ട് പോയപ്പോൾ അവിടെ ഒന്നും ഞാൻ ഒരു അനക്കവും കണ്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ കറങ്ങി ഇങ്ങനെ കഴക്കൂട്ടം ഭാഗം ഇങ്ങനെ കറങ്ങി വന്നപ്പോഴാണ് ഈ സഭയിലേക്ക് എത്തിപ്പെടുവാനിടയായിത്തീർന്നത്. അന്ന് തുടങ്ങിയ ആ സ്നേഹബന്ധം ഇത്രത്തോളം ദൈവം വളരെ സ്നേഹത്തോടുകൂടി നടത്തുവാൻ ദൈവം നൽകിയതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, കോവിഡ് സമയങ്ങളിലൊക്കെ ഞാൻ സൂം പ്ലാറ്റ്ഫോമിൽ ദൈവജനമായി നിൽപ്പാനുള്ള അവസരങ്ങൾ കർത്താവിൻ്റെ ദാസന് ഒരുക്കിയിട്ടുണ്ട്. അത് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് രാജീവ് അവരുകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ഇവിടെ ഇന്ന് തിരുവചന കേൾവിക്കായി കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. ഞാനെപ്പോഴും ഏത് മീറ്റിങ്ങിൽ കടന്നു പോകുമ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവമേ, കേൾവിക്കാരെ നീ അനുഗ്രഹിക്കണം. നിനക്ക് ഹിതമുള്ള എല്ലാവരും കേൾവിക്കാരായി വരണം. ആരും നിർവികാരികളായി ഇരിക്കുവാൻ ഇടവരരുത്. കാരണം ഇവിടെ പ്രസംഗിക്കുന്ന ആളിൻ്റെ വാചക കസർത്തോ ഒന്നുമല്ല. ഈ തിരുവചനത്തിൻ്റെ ശക്തി അതിൻ്റെ അളവിൽ കേൾക്കുന്നവരിലേക്ക് പകരപ്പെടുക എന്നുള്ളതാണ് ഈ വചനഘോഷണത്തിൻ്റെ പ്രത്യേകമായ ഉദ്ദേശവും ലക്ഷ്യവും. ഇവിടെ പാട്ട് പാടിക്കൊണ്ട് ഇരുന്ന സമയത്ത് ഏറ്റവും ഒടുവിൽ ആത്മാവിൽ ആരാധിക്കാമെന്ന് പറഞ്ഞ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ്, ഞാൻ അതിലൂടെ പ്രസംഗിക്കാനല്ല ആഗ്രഹിച്ചത്, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് തന്ന ഒരു ചിന്ത പറഞ്ഞിട്ട് ഞാൻ തിരുവചന ഭാഗത്തേക്ക് പോകാൻ താല്പര്യപ്പെടുകയാണ്. നാം ആയിരിക്കുന്ന സ്ഥാനത്തെ തട്ടിത്തെറിപ്പിക്കുവാനും അത് ഇല്ലായ്മ ചെയ്യുവാനും നിന്റെ കുടുംബത്തെയും കുലത്തെയും ഇല്ലായ്മ ചെയ്യുവാനും എഴുതപ്പെട്ടിരിക്കുന്ന ഒരു രേഖ ഉണ്ടെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ആ രേഖ മുദ്രമോതിരം വെച്ച് എല്ലാ 127 സംസ്ഥാനങ്ങളിലും അയക്കപ്പെട്ടതാണ്.
അതിനെ മാറ്റിമറിക്കുവാൻ ഉള്ള പ്രോട്ടോകോൾ എന്താണെന്ന് അറിയാത്ത ഒരു പൊട്ടിപ്പെണ്ണാണ് ഇപ്പോൾ രാജ്ഞി സ്ഥാനത്തിരിക്കുന്നത്. എന്നാൽ അവൾക്ക് എങ്ങനെ ഈ വിഷയം രാജാവിന്റെ സന്നിധിയിൽ അറിയിക്കണമെന്നുള്ള ഒരു ബോധ്യവും അവൾക്കില്ല. എന്നാൽ 3 ദിവസത്തെ ഉപവാസം കഴിഞ്ഞപ്പോൾ അതെങ്ങനെ എപ്പോൾ അവതരിപ്പിക്കണമെന്ന് പരിശുദ്ധാത്മാവ് അവളുടെ ഹൃദയത്തിൽ സംസാരിച്ച് ആ രേഖയ്ക്ക് മറുരേഖ എഴുതുവാൻ അവളെ പ്രേരിപ്പിച്ച ആത്മാവിന്റെ ശക്തിയാണ് ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മിൽ ഓരോരുത്തരും വ്യാപരിക്കേണ്ടത്. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഒരു രേഖയെ മാറ്റി എഴുതുവാൻ അന്ന് നിലവിൽ നിയമമില്ല. എന്നാൽ അവൾ ഉപവാസത്തിൽ ഒരു കാര്യം തീരുമാനിച്ചു, ഞാൻ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്നുള്ള തീരുമാനത്തോടെയാണ് അവൾ ഉപവാസം എടുക്കുവാൻ തീരുമാനിച്ചത്. ഈ ഉപവാസം വെറുതെ പ്രഖ്യാപിക്കപ്പെടുന്നതല്ല, എല്ലാ മാസവും ചടങ്ങെന്നുള്ള നിലയിൽ ആവർത്തിക്കപ്പെടുന്നതുമല്ല. ഇതിന്റെ പിൻപിൽ ഒരു ഉദ്ദേശമുണ്ട്. അതിനായി ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ നിനക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, തലമുറയ്ക്കെതിരെ, വിശ്വാസ സമൂഹത്തിനെതിരെ എഴുതിയിരിക്കുന്ന രേഖകളെ മാറ്റിമറിക്കുവാൻ അതെങ്ങനെ സാധിക്കുമെന്ന് നീ ചിന്തിച്ച് ഭാരപ്പെടേണ്ട കാര്യമില്ല. ഈ ഉപവാസ പ്രാർത്ഥനയിൽ അതെങ്ങനെ ചെയ്യണമെന്ന് അടുക്കും ചിട്ടയോടും കൂടെ അത് നിനക്ക് പറഞ്ഞു തരുന്ന ദിനങ്ങളാണ് ഈ ദിനങ്ങൾ എന്നുള്ള തിരിച്ചറിവ് ഇന്ന് നമുക്കുണ്ടാകണം. അതിനാ ദൈവം നമ്മെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു പാരമ്പര്യത്തിന്റെ അവസ്ഥയിലേക്ക് പോകുവാനല്ല, ഒരു ചടങ്ങ് നടത്തിയെടുക്കുവാൻ വേണ്ടിയല്ല ഇവിടെ വന്നിരിക്കുന്നത്. അതിനപ്പുറത്തൊരു ദൈവിക പദ്ധതിയും ഒരു ദൈവിക പ്രവൃത്തിയും വെളിപ്പെടേണ്ടതിന് വേണ്ടി നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. എനിക്ക് എസ്തേറിനോട് അതിനെ സംബന്ധിച്ചല്ല ഞാൻ പ്രസംഗിക്കാൻ താല്പര്യപ്പെടുന്നത്. ആ ഉപവാസം ദൈവോന്മുഖമായി തീരണമെങ്കിൽ നാം ചിലതൊക്കെ ഉപേക്ഷിക്കണം, ചിലതിനോട് നോ പറയണം, ചിലത് എൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാകുകയില്ല എന്ന് തീരുമാനിക്കണം. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് തിരുവചനം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനയും ഉപവാസവും യാഗങ്ങളും സ്തുതിസ്തോത്ര യാഗങ്ങളും ഈ തട്ടിൽ തട്ടി താഴേക്ക് വരുവാനുള്ളതല്ല. അത് എത്തേണ്ട സ്ഥാനത്തെത്തി മറുപടിയായി മടിയിൽ എത്തേണ്ടതാണ്. അതിന് തടസ്സമായി നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇന്ന് വെളിപ്പെടുത്തുന്ന രാത്രിയാക്കി ദൈവം അതിനെ മാറ്റുവാൻ പോകുകയാണ്. എന്താണ്? നമുക്ക് വേണ്ടി മാത്രമുള്ള ഒരു ദൈവിക പദ്ധതിയെക്കുറിച്ച് മാത്രമല്ല നാം ചിന്തിക്കേണ്ടത്. അതിനപ്പുറത്ത് നശിച്ചു പോകുന്ന ജീവിതങ്ങളുടെ വിടുതലിന് വേണ്ടി ഒരു ദൈവിക പദ്ധതിക്കും ദൈവിക പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നുവെങ്കിൽ ദൈവം തന്റെ പ്രവൃത്തി പൂർത്തീകരിപ്പാൻ വിശ്വസ്തനായ ദൈവമാണ്. അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ഉപവാസവും എത്തേണ്ട സ്ഥാനത്തെത്തി മടങ്ങി വരണമെങ്കിൽ, അത് ഉത്തരമായി മടങ്ങി വരണമെങ്കിൽ നാം ചെയ്യേണ്ട ചില കാര്യങ്ങൾ ദൈവാത്മാവിനെ ഓർപ്പിച്ചുണർത്തിയത് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. അതിനാധാരമായ എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 15-16 വാക്യങ്ങൾ വായിക്കാം. Hebrews chapter 12 verse 15 and 16. ആരും ദൈവകൃപ വിട്ടു പിന്മാറുകയും വല്ല കയ്പുള്ള വേര് മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ അഭക്തനോ ആയി തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവീൻ. ഞാൻ ആ വാക്യം ഇങ്ങനെയാണ് വായിക്കാൻ താല്പര്യപ്പെടുന്നത്. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അതിനാൽ മലിനപ്പെടുകയും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. നമ്മെയും ദൈവത്തെയും തമ്മിൽ അകറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവകൃപ വിട്ടാൽ ദൈവകൃപയോട് ചേർന്ന് നിൽക്കുന്ന അവസ്ഥയല്ല, അതിനോട് അല്പം അകലം പാലിച്ചാൽ എന്താ സംഭവിക്കുന്നത്? കയ്പുള്ള വേര് മുളയ്ക്കുവാൻ സാധ്യതയുണ്ട്.
കയ്പുള്ള വേര് മുളച്ചാലുള്ള കുഴപ്പത്തെ കുറിച്ച് അവിടെ പറയുന്നു. എന്താണ്? അത് കലക്കമുണ്ടാക്കുന്നതാണ്, പിന്നെ മലിനപ്പെടുത്തുന്നതാണ്. രണ്ട് കാര്യങ്ങൾ അവിടെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് കലക്കമുണ്ടാക്കുന്നതാ, അത് അനേകരെ മലിനപ്പെടുത്തുന്നതാ. ഇന്ന് ഈ ഉപവാസത്തിന്റെ ആദ്യ ദിന രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഞാൻ ദൈവകൃപ വിട്ടാണോ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അതോ എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കയ്പുള്ള വേരിന്റെ അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടോ? കയ്പായുള്ള വാക്കോ, കയ്പായ ഹൃദയമോ, കയ്പായ ഏതെങ്കിലും അവസ്ഥകള് എൻ്റെ സഹോദരനോടോ, എൻ്റെ കുടുംബത്തിലുള്ളവരോടോ, സഹോദരങ്ങളോടോ വല്ലതും ഉണ്ടെങ്കിൽ അത് കലക്കമുണ്ടാക്കുന്നതാ, അത് മലിനപ്പെടുത്തുന്നതാ. അത് മാറ്റിയിട്ട് വേണം ഉപവാസത്തിൽ മുന്നേറേണ്ടത്. അത് മാറ്റിയാൽ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. എന്നാൽ അത് വെച്ചുകൊണ്ടിരുന്നാൽ സംഭവിക്കുന്ന കാര്യം തിരുവചനം ഒരു മുന്നറിയിപ്പായി നമ്മോട് പറയുന്നുണ്ട്. ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്കെല്ലാം കയ്പിന്റെ വേര് ഇവിടെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇതങ്ങ് വേരായിട്ട് വല്ലതും ഉണ്ടായെന്ന അല്ല. കയ്പിന്റെ അനുഭവം ഉണ്ടായിട്ടില്ലേ? നിസ്സാരങ്ങളായ കാര്യങ്ങൾ ഞാൻ പറയാം. വേദിയിൽ ഒരാളെ പരിചയപ്പെടുത്തേണ്ടത് അതേ നിലയിൽ പരിചയപ്പെടുത്തിയില്ലെങ്കിൽ ഒരു ചെറിയ കയ്പ്. അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലെ ആളുകൾ വിദേശവാസം കഴിഞ്ഞ് ഇവിടോട്ട് വന്നപ്പോൾ ശുശ്രൂഷകൻ എല്ലാവരെയും പരിചയപ്പെടുത്തുന്ന പോലെ ഇച്ചിരി സമയമെടുത്ത് ചെയ്തില്ല, അല്ലെങ്കിൽ കമ്മിറ്റിയിൽ എൻ്റെ പേര് പറഞ്ഞില്ല, അല്ലെങ്കിൽ സഭയിൽ നടക്കുന്ന പല കാര്യങ്ങളും എന്നെ വിളിച്ചറിയിച്ചില്ല. കയ്പിന്റെ പേര് മുളയ്ക്കുമോ ഇല്ലയോ? പറഞ്ഞേ. കയ്പിന്റെ അനുഭവം ഉണ്ടാകത്തില്ലേ? ഉണ്ടാകും. അത് എത്ര നാൾ നിങ്ങൾ കൂട്ടിവെക്കുമോ അതിന്റെ കാഠിന്യവും അതുപോലെ ആയിത്തീരും. എന്നാൽ കയ്പിൻ്റെതായ അനുഭവം വരുമ്പോൾ നാം ഒരു കാര്യം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ ദൈവം ഞാൻ അറിയേണ്ട കാര്യങ്ങളെ എന്നെ അറിയിക്കും, അതല്ലാത്തതൊന്നും ഞാൻ അറിയേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കണം. ഞാൻ സെക്രട്ടറി ആയാലും വൈസ് പ്രസിഡന്റ് ആയാലും ഖജാൻജി ആയാലും കമ്മിറ്റി അംഗമായാലും അത് നമ്മൾ എപ്പോഴും ചിന്തിക്കണം. ഇത് ആത്മീയ ശുശ്രൂഷയാ, ഇത് ആത്മീയ ശുശ്രൂഷയാ. നാം മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ ഞാൻ വേണ്ട വിധത്തിൽ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ള നിലയിൽ നമുക്കൊരു കയ്പിന്റെ അനുഭവം മറ്റുള്ളവർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു അത് കലക്കമുണ്ടാക്കുന്നതാ, അത് മലിനപ്പെടുത്തുന്നതാ. അത് നമുക്ക് വേണോ വേണ്ടായോ എന്ന് ഈ ഉപവാസത്തോടുകൂടി നാം തീരുമാനിക്കണം. കയ്പിന്റെ അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരാളുടെ പേര് വളരെ വ്യക്തമായി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാരാണ്? ഏശാവിനെ കുറിച്ച് പറയാണ്. തൻ്റെ ജീവിതത്തിൽ ഒരു ചുമന്ന പായസം തനിക്ക് ലഭിച്ചു. ആ ചുമന്ന പായസത്തിന് വേണ്ടി താൻ ചെയ്ത കാര്യത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിലും ഇവിടെ അത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണ് താൻ ചെയ്തത്? ജ്യേഷ്ഠാവകാശം വിറ്റു. 2, അവൻ ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി. 3, അവൻ അഭക്തനായി മാറി. കയ്പിന്റെ അനുഭവം ഉണ്ടായി. ഒരു ചുവന്ന പായസത്തിന്റെ പേരിലുണ്ടായ കയ്പ ആരോടെ? സ്വന്തം സഹോദരനുണ്ടായതാ. എന്താ സംഭവിച്ചത്? ദൈവം അവന് നൽകിയ ജ്യേഷ്ഠാവകാശത്തെ അവൻ വിറ്റു, അവൻ അതിനെ അലക്ഷ്യമാക്കി. പിന്നെയോ അവൻ അഭക്തനായി മാറി. ഇത് വെറുതെ പറയുന്നതല്ല, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, അത് മറ്റൊരു പ്രസംഗമാണ്. അതിനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിലും ഓബദ്യാവിന്റെ പ്രവാചക പുസ്തകത്തിലും മലാക്കിയിലും ലൂക്കോസിലും വന്ന് നിൽക്കുക. പോട്ടെ, ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. എന്താ കാരണം? ഒരു ചുവന്ന പായസം, സഹോദരനുണ്ടായ ഒരു കയ്പ്, അതെവിടെ വരെ എത്തിച്ചു? തന്നെ അഭക്തനാക്കി മാറ്റി. നമ്മൾ വിചാരിക്കുന്നതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ലല്ലോ, ഇത്രയും നാളും ഇങ്ങനെയൊക്കെ അങ്ങ് പോയി. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ മനസ്സിൽ കയ്പ് വെച്ചുകൊണ്ടിരുന്നാൽ നാം ആഗ്രഹിക്കുന്ന മറുപടി ദൈവത്തിൽ നിന്ന് ലഭിക്കുകയില്ല. ദൈവം വെറുക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അത് കയ്പ. താൻ കയ്പ് കാടി കുടിച്ചു എന്നുള്ള ശരിയാ, അത് നമ്മെ കയ്പിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയല്ല. ഇസ്രായേൽ ജനം
മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് ചെങ്കടൽ കടന്ന് അവർ ശൂർ മരുഭൂമിയിലെത്തി. അവർ ദാഹിച്ചു വലഞ്ഞു. കുടിപ്പാൻ നോക്കിയപ്പോൾ മാറായാണ് മുൻപിലുള്ളത്. കയ്പുള്ള വെള്ളമാ. കുടിക്കാൻ പറ്റുമോ? ദാഹമുണ്ട്, അതികഠിനമായ ദാഹമാ. മരുഭൂമിയിലുള്ള യാത്രയിൽ 3 ദിവസം നടന്നാലുണ്ടാകുന്ന ദാഹത്തെ കുറിച്ച് ചിന്തിച്ചാൽ പോരെ? മരുഭൂമിയിലൂടെ നടന്ന് 3 ദിവസം യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ദാഹത്തിൽ കുടിക്കാൻ പറ്റാത്ത നിലയിലാണ് മാറ എന്ന വെള്ളം അവരുടെ മുൻപിലുള്ളത്. അവർക്ക് ആർക്കും കുടിക്കുവാൻ കഴിയുന്നില്ല. മോശ ദൈവത്തോട് നിലവിളിച്ചു. എന്താ ചെയ്തത്? മോശയോട് പറഞ്ഞു. മോശയ്ക്ക് ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. ഈ വൃക്ഷം വലിച്ചെടുക്കുന്നത് ഈ കയ്പുള്ള വെള്ളമാ. ഈ വൃക്ഷം വലിച്ചെടുത്ത് അത് വൃക്ഷമായി തീർന്നത് ഈ കയ്പുള്ള വെള്ളം വലിച്ചെടുത്ത. എന്നാൽ മോശയോട് ദൈവം പറയുകയാണ്, അതിന്റെ കൊമ്പ് വെട്ടി ഇതിലിട്ടാൽ അത് മധുരമായി തീരും. എന്റെ കയ്പ് മറ്റുള്ളവരെ മലിനപ്പെടുത്തുന്നതല്ല, അത് കലക്കമുണ്ടാക്കുന്നതല്ല, അത് കയ്പിനെ മധുരമാക്കുന്നതായി മാറണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ കയ്പിന്റെ കാടിയാ കുടിക്കുന്നതെന്ന് പറയുന്നത് കൊണ്ട് നിന്നിൽ നിന്ന് വരേണ്ടത് മധുരമാ, കയ്പല്ല. വർഷങ്ങളായി ഈ മാറയുടെ തീരത്ത് നിന്ന് വെള്ളം, ഈ കയ്പുള്ള വെള്ളം വലിച്ചു കുടിച്ച വൃക്ഷം ഈ കയ്പുള്ള വെള്ളത്തെ മധുരമാക്കുവാൻ അതിന്റെ കൊമ്പ് വെട്ടിയിട്ടപ്പോൾ അത് ഉപകരിച്ചെങ്കിൽ, വർഷങ്ങളായി വിശ്വാസി എന്ന പേരോടുകൂടി നടക്കുന്ന നാം ഓരോരുത്തരും കയ്പിന്റെ അനുഭവത്തിലൂടെ നടന്നാലും ആ കയ്പിനെ അല്ല പുറപ്പെടുവിക്കേണ്ടത്, അനേക ജീവിതങ്ങളെ മധുരമാക്കി തീർക്കുവാൻ വേണ്ടിയാ ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചത്. അതുകൊണ്ട് ഇനി എന്റെ ജീവിതം മുഴുവൻ കയ്പാണ് ആരും പറയരുത്. നീ കയ്പ് കുടിച്ചാൽ അത് കയ്പായി തീരണമെന്നില്ല. നിന്റെ കൊമ്പ് മധുരിക്കുന്നതായി മാറണം. നിന്റെ കൊമ്പുകൾ മധുരിക്കുന്നതായി മാറണം. അത് അനേർക്ക് ദാഹിച്ചിരിക്കുന്നവർക്ക് അത് വെള്ളം കുടിക്കുവാൻ, മധുരമുള്ള വെള്ളമാക്കി മാറ്റുവാൻ കഴിയുന്നതാകണം നമ്മുടെ പ്രവൃത്തികൾ. കയ്പിന്റെ അനുഭവം പറഞ്ഞ് നമ്മൾ മുൻപോട്ട് പോകരുത്. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഇത്രയും നാള് ഈ നിമിഷം വരെ ഏതെങ്കിലും തരത്തിലുള്ള കയ്പിന്റെ അനുഭവം ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിനോട് നോ പറയാൻ ദൈവത്തിന്റെ ആത്മാവ് ശക്തിയായി നമ്മോട് സംസാരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ നാം കാണുന്നു ആരാധനയിലുണ്ടായ കയ്പ്. ആരാധനയിൽ എന്തുണ്ടായി? കയ്പുണ്ടായി. സഹോദരന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. അപ്പോൾ ദൈവത്തിന് മനസ്സിലായി ഇവന് സഹോദരനോട് കയ്പുണ്ടായെന്ന്. കയ്പുണ്ടായപ്പോൾ ദൈവം അവനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? നീയോ അതിനെ കീഴടക്കണം. ജീവിതത്തിൽ ആരാധനയിൽ കയ്പിന്റെ അനുഭവം ഉണ്ടാകാം. സ്തുതിസ്തോത്ര യാഗങ്ങൾ അർപ്പിക്കുമ്പോൾ കയ്പിന്റെ അനുഭവം ഉണ്ടാകാം. ഒരാൾ നമ്മേക്കാൾ ഉയർന്ന നിലയിൽ ആത്മീയമായി മുന്നേറുമ്പോൾ കയ്പുണ്ടാകാം. പക്ഷെ ദൈവത്തിന്റെ ആത്മാവിന് ഒരു മുന്നറിയിപ്പ് മാത്രമേ നൽകുവാൻ കഴിയുകയുള്ളൂ. അവൻ സഹോദരനെ കൊലപ്പെടുത്തുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ആത്മാവ് അവനോട് വ്യക്തമായി സംസാരിച്ചതാ, ഇപ്പോൾ നിന്റെ മനസ്സിൽ കയറിയിരിക്കുന്ന കയ്പുണ്ടല്ലോ, അതിനെ നീ കീഴടക്കണം. യു നീഡ് ടു സബ്ഡ്യൂ ഇറ്റ്. അത് പ്രവാചകൻ വന്ന് തലയെ കൈവച്ചല്ല മാറ്റേണ്ടത്. നിനക്ക് സഹോദരനോട് തോന്നിയ കയ്പ് നീ അതിനെ കീഴടക്കണം. കേട്ടോ? അവൻ കേട്ടോ? ഇല്ല. ദൈവം മുന്നറിയിപ്പുകൾ മാത്രമേ നൽകുകയുള്ളൂ. പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ മുന്നറിയിപ്പുകൾ നൽകും. അതിനെ ഏറ്റെടുക്കുവാൻ തയ്യാറാകണം. എന്താ സംഭവിച്ചത്? താൻ സഹോദരന്റെ ഘാതകനായി മാറിയതിനു ശേഷം താൻ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ ഉഴന്നലയുന്നവനായി മാറി. ഞാൻ ആരായി മാറി? ഉഴന്നലയുന്നവനായി. ഞാൻ ശാപഗ്രസ്തനായി മാറി. ആര് ചെയ്തതാ? അവൻ തന്നെ ചെയ്തതല്ലേ? ദൈവം മുന്നറിയിപ്പ് കൊടുത്തതല്ലേ? ഇപ്പോൾ നിന്റെ മനസ്സിൽ കയറിയിരിക്കുന്ന ഈ കാര്യത്തെ നീ കീഴടക്കണം എന്ന് ദൈവാത്മാവ് അവന് മുൻകൂർ
അനുവാദം മുൻകൂർ വാണിംഗ് കൊടുത്തതാണ്. പക്ഷെ അവൻ എന്ത് ചെയ്തില്ല? അനുസരിച്ചില്ല. അവൻ ശാപഗ്രസ്തനായി മാറി, ഉഴന്നലയുന്നവനായി മാറി. എന്നെ കാണുന്നവർ എന്നെ ആട്ടിക്കളയുന്നു. അവൻ പറയുന്നതാ, എന്നെ കാണുന്നവർ എന്ത് ചെയ്യുന്നു? ആട്ടിക്കളയുന്നു. ഇതാര് വരുത്തി വെച്ചതാ? സ്വയം വരുത്തി വെച്ചതാണ്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മുടെ കയ്പിന്റെ അനുഭവം ഉണ്ടെങ്കിൽ അത് ആരാധനയോടുള്ള ബന്ധത്തിലാകാം, ഏത് നിലയിലും നമ്മുടെ മനസ്സിൽ, ഹൃദയത്തിൽ അത് കയറി വരുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്, അതിനെ കീഴടക്കണം, അതിനെ കീഴടക്കണം. ദൈവത്തിന്റെ ആത്മാവ് മുന്നറിയിപ്പ് നൽകിയ കയ്പിന്റെ അനുഭവത്തിന്റെ ലക്ഷണമെങ്കിലും കണ്ടാൽ അതിനെ ഇപ്പോൾ തന്നെ കീഴടക്കണം. അത് തലമുറയോടുള്ള ബന്ധത്തിലാകാം, കുടുംബത്തിനോടുള്ള ബന്ധത്തിലാകാം, സഭയോടുള്ള ബന്ധത്തിലാകാം, ശുശ്രൂഷയോടുള്ള ബന്ധത്തിലാകാം. കയ്പിന്റെ അനുഭവം മുളയ്ക്കുവാൻ നാം അനുവദിക്കരുത്. അത് നമുക്ക് മാത്രമല്ല, ആർക്കെതിരെയാണോ നാം അത് ചിന്തിക്കുന്നത് അവർക്കും അത് ദോഷമായി മാറും. ജീവിതത്തിൽ ഒരിക്കൽ പോലും കൈനെ കുറിച്ച് നമുക്ക് കേൾക്കേണ്ടി വന്നില്ല. എന്നാൽ പുതിയ നിയമത്തിലും കൊല്ലപ്പെട്ടവനെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലേ? ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തമെന്ന് എടുത്തു പറഞ്ഞതിന്റെ കാരണം എന്താ? ആരാധന ദൈവത്തിന് സുഗ്രാഹ്യമായി അർപ്പിച്ച് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കയ്പിന്റെ വേര് മുളച്ചപ്പോൾ തൻ്റെ അഡ്രസ്സ് പോലും കാണാൻ കഴിയുന്നില്ല. അഡ്രസ്സ് പോലും കാണാൻ കഴിയുന്നില്ല. നാം ചിന്തിക്കുന്ന ഇത് വളരെ നിസ്സാരമായ കാര്യമാണെന്നാ. ഇതിനകത്ത് എന്താ തെറ്റെന്നാ ചിന്തിക്കുന്നത്? അതൊക്കെ മനുഷ്യ സഹജമല്ലേ എന്നാ ചിന്തിക്കുന്നത്. എങ്കിൽ നാം വിശ്വാസികളാകരുതാഞ്ഞു. നാം വിശ്വാസികളായാൽ എന്താണ്? ആ കയ്പ് കാടി കുടിച്ചവന്റെ മാർഗമാ നാം പിന്തുടരുന്നത്. അത് കയ്പും കൊണ്ട് നടക്കാൻ വേണ്ടിയുള്ളതല്ല, അത് അനേകരെ മധുരിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. ഈ ദൈവത്തിന്റെ ഒരു പ്രത്യേകതയെക്കുറിച്ച് ഞാൻ ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നതുകൊണ്ട് ഞാൻ പറയുക. ഏശാവ് ചെയ്ത പ്രവൃത്തിയെ ദൈവം ഒരിക്കലും മറന്നില്ല. ഏശാവ് യാക്കോബിന്റെ ഗ്രഹത്തോട് ചെയ്ത കാര്യങ്ങളെ ദൈവം മറന്നില്ല. ഓബദ്യാവിൽ അത് രേഖപ്പെടുത്തി. മലാക്കിയിൽ വന്നപ്പോൾ പറയാണ്, ഞാൻ യാക്കോബിനെ സ്നേഹിക്കുന്നു, ഏശാവിനെ ദ്വേഷിക്കുന്നു. തീർന്നില്ല. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വന്നപ്പോൾ ഹേരോദാവ് തന്നെ കൊല്ലുവാൻ ഭാവിക്കുന്നുവെന്ന് യേശു അറിഞ്ഞപ്പോൾ യേശു അവനെ വിളിക്കുന്നത്, ആ കുറുക്കനോട് ചെന്ന് പറ, ഞാൻ എന്റെ പ്രവൃത്തി തികച്ചിട്ടേ പോകുകയുള്ളൂ. അപ്പൊ നമ്മൾ ചിന്തിക്കും, ഹേരോദാവും യേശുവും തമ്മിലുള്ള ബന്ധം എന്താന്ന്? ഏദോമ്യ വംശത്തിലുള്ളവനാ ഹേരോദാവ്. ഏദോമ്യ എന്ന് പറയുമ്പോൾ ഏശാവിന്റെ വംശം. യേശുവോ യാക്കോബിന്റെ വംശത്തിലുള്ള. ഏദോമ്യ ഏശാവിന്റെ വംശത്തിലുള്ളവനും യാക്കോബിന്റെ വംശത്തിലുള്ളവനും മുഖാമുഖം നിന്നോ? ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നു, അവർ മുഖാമുഖം നിന്നു. ഏദോമ്യ വംശജനായ ഹേരോദാവ് ചോദിച്ച ഒരു ചോദ്യത്തിനും എന്റെ യേശു മറുപടി പറഞ്ഞില്ല. എന്റെ ദൈവം ദ്വേഷിച്ചവനോട് ഉരിയാടുവാൻ പോലും വ്യവസ്ഥയില്ലെന്നാ യേശു പറഞ്ഞത്. ഞാനതൊക്കെ ആ ഭാവമൊക്കെ വായിച്ചപ്പോൾ ഞാൻ വളരെ ഞെട്ടിപ്പോയി. അയ്യോ, നമുക്ക് വിശുദ്ധരെന്നോ അല്ലെങ്കിൽ വിശ്വാസിയോ എന്നുള്ള പേരിന് പോലും അർഹതയില്ല. എന്റെ ദൈവം നമുക്കെതിരെ ഒരു രേഖ എഴുതിയാൽ അത് എവിടം വരെയാ പോയത്? എവിടം വരെയാ പോയത്? യേശു ഹേരോദാവ് നിന്നപ്പോൾ മുഖാമുഖം അവർ കണ്ടു. എന്റെ യേശു ഒരു വാക്ക് പോലും മറുപടി കൊടുത്തില്ല. കാരണം എനിക്ക് നിന്നോട് മറുപടി പറയേണ്ട ആവശ്യമില്ല. എന്റെ പിതാവ് ദ്വേഷിച്ചവന്റെ വംശപാരമ്പര്യത്തിലുള്ളവനാ നീ. നിന്നോട് എനിക്ക് മറുപടി പറയേണ്ട കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ കയ്പിന്റെ പേരുണ്ടാകുവാൻ ഒരിക്കലും നാം ഇടവരുത്തരുത്. അത് വന്നാൽ തീർന്നു.
നാം വിചാരിക്കുന്ന പോലെ അതിൻ്റെ ഭവിഷ്യത്തുകൾ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. എന്നെ കർത്താവിന്റെ ദാസൻ വിളിച്ച സമയത്ത് മറ്റൊരു ഭാഗത്ത് നിന്ന് സംസാരിക്കാനാണ് ഞാൻ ആദ്യം തീരുമാനിച്ചത്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഈ ദിവസങ്ങളിൽ എന്നോട് പറഞ്ഞു, അതല്ല, ഇതാണ് ഇവിടെ വേണ്ടിയതെന്ന്. എനിക്കറിയില്ല. ദാവീദ് ഒരു ചെറുബാലനാണ്. അവന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒരു പരാതിയില്ലാത്ത ഒരു പാർട്ടിയാണ് പുള്ളി. പരാതി ഉണ്ടോ? ഇടയ്ക്ക് സങ്കീർത്തനത്തിൽ പറഞ്ഞ എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, എങ്കിലും യഹോവ എന്നെ. ഒരു നാണവും ഇല്ല, ഒരു പരാതിയില്ല, ഒന്നുമില്ലാത്തൊരു മനുഷ്യൻ. ഞാൻ തെളിയിക്കാൻ പോവാ. എവിടെ കിടക്കുക? കാട്ടിൽ. ആരുടെയാ ഈ ആടിൽ? പിന്നെ 8 2 10 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 10 ഉള്ളൂ പുള്ളിയുടേത്. ബാക്കി 9 മറ്റുള്ളവരുടെയാ, അല്ലേ? അതിനെല്ലാം നോക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാ ഉള്ളത്? ദാവീദിന്. വീട്ടിലൊരു നല്ല കാര്യം നടന്നപ്പം താൻ മാത്രം അതറിഞ്ഞില്ല. പിന്നെ വന്ന പ്രവാചകൻ നിർബന്ധിച്ചുകൊണ്ട് മാത്രം എന്ത് ചെയ്തു? കാട്ടിൽ നിന്ന് വരുത്തിയതാ. ഇപ്പൊ യഥാർത്ഥത്തിൽ ഇവൻ ആരാ? പറഞ്ഞേ. രാജാവാ. അഭിഷേകം തന്റെ തലയിൽ വീണ് കഴിഞ്ഞപ്പോൾ ആരാണ്? രാജാവാ. രാജകിരീടം വെക്കേണ്ട തലയിൽ അപ്പൻ വിളിച്ച അപ്പക്കൊട്ട വെച്ചാലും അത് കൊണ്ടുപോകാനുള്ള മനസ്സ് കാണിച്ചവനായിരുന്നു ദാവീദ്. നമുക്കൊക്കെ അഭിഷേകത്തിന്റെ ഒരു 7 അയിലത്തൂടെ പോയാൽ പോലും പിന്നെ ആ ഗമേലാ നമ്മുടെ നടപ്പ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? യഥാർത്ഥത്തിൽ ഈ ദാവീദിന്റെ തലയിൽ എന്താ വെക്കേണ്ടത്? കിങ് ഡെസിഗ്നേറ്റ് എന്ന് പറയും. നിയുക്ത രാജാവാ. ആണോ? അഭിഷേകം വീണ് കഴിഞ്ഞാൽ പിന്നെ എന്തുവാ? നിയുക്ത രാജാവാ. ഇവിടെ ചിലരെ മന്ത്രിമാരായിട്ട് തീരുമാനിച്ച, ചില പ്രധാനമന്ത്രിയായിട്ട് ഒരാള് ആകുമെന്ന് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? എല്ലാ പോലീസ് പ്രൊട്ടക്ഷനും എല്ലാം എന്താണ്? അവർ പറഞ്ഞിട്ടാണോ? അല്ല. അങ്ങനെയാണ് ഈ ദാവീദിനും അത് കിട്ടേണ്ടതല്ലേ? ആണോ? കിട്ടേണ്ടതല്ലേ? പക്ഷെ അപ്പം വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഇങ്ങ് വന്നേ, ഈ അപ്പക്കൊട്ടയും കൊണ്ട് പോകണോ? ദൈവത്താൽ അഭിഷേകം പ്രാപിച്ചവനാണെങ്കിൽ നിന്റെ തലയിൽ രാജകിരീടം വെക്കേണ്ടിടത്ത് അപ്പൻ അപ്പക്കൊട്ട തലയിൽ വെച്ച് തന്നാലും കൊണ്ടുപോകാനുള്ള മനസ്സ് നീ കാണിക്കണം. അതാ ദൈവികത എന്ന് പറയുന്നത്. അവിടെ കയ്പിന്റെ വേര് അവനിൽ ഉണ്ടായില്ല. ആരോട്? അപ്പനോട്. ഇനി പോകേണ്ടത് എങ്ങോട്ടാ? പട നടക്കുന്ന സ്ഥലത്തേക്ക്. ഇവനോ യൂണിഫോം പോലും ഇല്ല. യഥാർത്ഥത്തിൽ ചേട്ടന്മാരുടെ സൈന്യത്തിന്റെ പടത്തലവൻ ആരാ? ദാവീദാ. നിയുക്ത സൈന്യ അധിപനാ. ആണോ? ദാവീദ് ആരാ? നിയുക്ത സൈന്യാധിപനാ. നിയുക്ത സൈന്യാധിപന്റെ ഇപ്പോഴത്തെ പോക്കെന്തുവാ? അപ്പക്കൊട്ടയും ചുമന്നുണ്ട്. ഈ ദാവീദിന്റെ കീഴിലെ പടയാളികളാണ് ആര്? ചേട്ടന്മാര്. ഞാനതാ പറഞ്ഞത്, ജീവിതത്തിൽ ഏത് അനുഭവത്തിലൂടെ ആളുകൾ തള്ളിവിട്ടാലും അതെല്ലാം ദൈവീകമായിട്ട് വന്നതാണ്, ഭവിച്ചതാണ് എന്നുള്ള ചിന്തയാ ദാവീദിനെ എപ്പോഴും ഭരിച്ചത്. നമുക്കതുണ്ടോ? എനിക്കില്ല അത്. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ധൈര്യത്തോട്. പലപ്പോഴും നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ബഹുമാനമൊക്കെ നൽകുമ്പോൾ അത് നമ്മുടെ മേൽ വാഹനമേറിയവന്റെ അവന് കൊടുക്കുന്ന ബഹുമാനമാണെന്നുള്ള തിരിച്ചറിവ് ഈ കഴുതയ്ക്കുണ്ടാകണം. ദാവീദിന് അതുണ്ടായിരുന്നു. ഞാൻ അപ്പക്കൊട്ട ചുമന്നാലും ഒരിക്കൽ കിരീടം എന്റെ തലയിൽ വെക്കും. താൻ പറഞ്ഞു, അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊണ്ടു. ഇനിയും പട കാണാൻ വന്നതാ, അവരുടെ വിവരം അന്വേഷിക്കാൻ വന്നതാ. സൈന്യാധിപനാണ്, നിയുക്ത സൈന്യാധിപനാ. അന്വേഷിക്കാൻ വന്നപ്പം പുള്ളി ചോദിച്ചു, എന്താ ഇവിടെ നടക്കുന്നത്? 40 ദിവസമായി ഒരുവൻ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. 40 ദിവസമായി രാവിലെയും വൈകിട്ടും അവൻ വെളിയിൽ വന്ന് വെല്ലുവിളിക്കുന്നത്. വെല്ലുവിളിക്കുമ്പോൾ പടച്ചട്ട ഇട്ടുകൊണ്ട് വേർത്തുകൊണ്ടിരിക്കുന്ന ചേട്ടന്മാരുടെ സുഖം അന്വേഷിക്കാനാ ദാവീദ് പോകുന്നത്. നിന്നിൽ കയ്പിന്റെ വേരുണ്ടാകാൻ പാടില്ല. ഇവിടെ 40 ദിവസമായി
രാവിലെയും വൈകിട്ടും വിറയലാണ്. ആർക്ക്? പടയാളികൾക്കെല്ലാം. പക്ഷെ വിറയ്ക്കാത്ത ഒരുവനുണ്ട്, അത് ദാവീദാ. അപ്പക്കൊട്ടയും കൊണ്ടാണ് നീ നടക്കുന്നത്, പക്ഷെ നിന്റെ ഉള്ളിലെ അഭിഷേകത്തിൻ്റെ തീ കെടുത്താൻ, അതിൻ്റെ ശക്തി കെടുത്താൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. നീ ചുമക്കുന്നത് എന്താണെങ്കിലും പുറമേയുള്ള പ്രൗഢിയല്ല നിന്റെ അഭിഷേകത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുന്നതല്ല നിന്റെ അഭിഷേകത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. അത് ഒരു പോരാട്ടം വരുമ്പോൾ അതിന് നേരെ തൻ്റെ ഇടത്തോട് നിൽക്കുന്നതാ ദൈവിക ശക്തി. തന്നെ കളിയാക്കിയവരുടെ മുമ്പിൽ എന്താ കണ്ടത്? 2-3 മണിക്കൂർ കഴിഞ്ഞതേ ഉള്ളൂ. ഒരു കൈയിൽ ഗോലിയാത്തിന്റെ തലയും മറുകൈയിൽ ഗോലിയാത്തിന്റെ വാളുമായി നടന്നു നീങ്ങുന്ന ദാവീദിനെ നോക്കിയിട്ട് ചേട്ടന്മാർക്ക് ഇപ്പൊ എന്താ പറയാനുള്ളത്? പറഞ്ഞാട്ടെ നിന്നിൽ കയ്പിന്റെ വേരില്ലെങ്കിൽ ദൈവം നിന്നെ എവിടം വരെ ഉയർത്തുമെന്നുള്ളതിന് ഒരളവുമില്ല. ലോകം ഇന്നേ വരെ അത് മനസ്സിലാക്കിയിട്ടില്ല. നിന്നെ കളിയാക്കിയവരുടെ മുൻപിൽ ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? നിങ്ങൾ ഭയപ്പെട്ടിരുന്ന, നിങ്ങൾ പേടിച്ച് മാളത്തിൽ നിങ്ങളെ ഒളിപ്പിച്ച അവന്റെ തലയ എന്റെ ഇടത് കയ്യിൽ, അവന്റെ വാള എന്റെ വലത് കയ്യിൽ. ഇനി നിങ്ങൾ അവനെ പേടിക്കേണ്ടതില്ല. ഭയന്നിരിക്കുന്നവർക്ക് ആശ്വാസം കൊടുപ്പാൻ, അവരെ ധൈര്യപ്പെടുത്തുവാൻ, അവരുടെ ഭയത്തെ പൂർണ്ണമായി മാറ്റുവാൻ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയാ നമ്മിൽ ഓരോരുത്തരിലുമുള്ളത്. അത് വെളിപ്പെടുത്തേണ്ട സമയത്ത് വെളിപ്പെടുത്തുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുകയാണ്. ഈ അഭിഷേകത്തിന്റെ ശക്തി നമ്മിലില്ലേ? രാജ്യത്തെ കീഴ്മേൽ മറിക്കുന്നു പറഞ്ഞാൽ പാളയത്തെ കീഴ്മേൽ മറിക്കുന്നവരാ നാം ഓരോരുത്തരും. രാജ്യത്തെ വേണ്ട, നാം ആയിരിക്കുന്ന മണ്ഡലത്തെ കീഴ്മേൽ മറിക്കുവാൻ ഉള്ള ശക്തി ദൈവം നമുക്ക് നൽകിയിട്ടില്ലേ? അതാ ദൈവം നമ്മിലൂടെ ആഗ്രഹിക്കുന്നത്. ആ ദൈവത്തിലാണ് നാം ശരണപ്പെടുന്നത്. ഇനി കയ്പിൻ്റെ വേരുണ്ടായാലുള്ള നമ്മുടെ വ്യക്തിപരമായ അനുഭവം എന്താണെന്ന് പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. ആവർത്തന പുസ്തകം 29-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങൾ. ആവർത്തന പുസ്തകം 29-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങൾ. ആ ജാതികളുടെ ദേവന്മാരെ ചെന്ന് സേവിക്കേണ്ടതിന് ഇന്ന് നമ്മുടെ ദൈവമായ യഹോവയെ വിട്ടുമാറുവാൻ മനസ്സുള്ള യാതൊരു പുരുഷനും സ്ത്രീയും യാതൊരു കുലവും ഗോത്രവും നിങ്ങളിൽ ഉണ്ടാകരുത്. നഞ്ചും കയ്പുള്ള ഫലം കായ്ക്കുന്ന യാതൊരു വേരും അരുത്. അങ്ങനെയുള്ളവൻ ഈ ശാപവചനങ്ങളെ കേൾക്കുമ്പോൾ വരണ്ടതും നനവുള്ളതും ഒരുപോലെ നശിക്കേണ്ടതിന് ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ കാഠിന്യ പ്രകാരം നടന്നാലും എനിക്ക് സുഖമുണ്ടാകുമെന്ന് പറഞ്ഞ് തന്റെ ഹൃദയത്തിൽ തന്നെത്താൻ അനുഗ്രഹിക്കും. മതി. ഈ കയ്പിന്റെ വേര് ഉണ്ടായാൽ നമ്മിലുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചാണ് ഇവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, നഞ്ചും കയ്പുള്ള ഫലം കായ്ക്കുന്ന യാതൊരു വേരും അരുത്. ഉണ്ടായാൽ എന്താ കുഴപ്പം? അതവിടെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ കാഠിന്യപ്രകാരം നടന്നാലും എനിക്ക് സുഖമുണ്ടാകും. പിന്നെ ഹൃദയത്തിൽ തന്നെത്താൻ അനുഗ്രഹിക്കുന്നവനായി മാറും. ഇതല്ലേ ഇന്ന് സംഭവിച്ചിരിക്കുന്നത്? വിശ്വാസ സമൂഹത്തിന് സംഭവിച്ചിരിക്കുന്നത് അതല്ലേ? ഞാൻ എൻ്റെ ഹൃദയ കാഠിന്യപ്രകാരം നടന്നാലും, ഞാൻ കയ്പ് കൊണ്ട് നടന്നാലും എനിക്ക് സുഖം ഉണ്ടാകും. പിന്നെ തന്നെത്താൻ എന്ത് ചെയ്യുന്നു? അനുഗ്രഹിക്കുന്നവനായി മാറും. നമുക്കറിയാമല്ലോ, ചില ആളുകളെ കുറിച്ച് ചില ആളുകൾ പറയാൻ നമ്മൾ കണ്ടിട്ടില്ലേ? എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുക, എൻ്റെ ദൈവം എനിക്കൊരു ദോഷവും വരുത്തിയില്ല. അവരെങ്ങനെയായിരിക്കുന്നത്? അവരുടെ നാവിൽ ദൈവത്തോട് അടുപ്പവും അവരുടെ ഹൃദയത്തിൽ ദൈവത്തെ വിട്ടിരിക്കുന്ന അവസ്ഥയുമാണ്. നാവ് കൊണ്ട് എന്താണ്? അതരം കൊണ്ട് അവർ യഹോവയോട് ചേർന്നിരിക്കുന്നവരാ. എന്നാൽ ഹൃദയം കൊണ്ടോ അവർ ദൈവത്തോട് അകന്നിരിക്കുന്നവരാ. കയ്പിന്റെ ഒരു അനുഭവമായി ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അതുണ്ടായാൽ എനിക്ക് ദൈവം സുഖം തന്നിട്ടുണ്ട്, ഞാൻ സൗഖ്യമായിരിക്കുകയാണ്,
എനിക്കൊരു കുഴപ്പവുമില്ല, തന്നെത്താൻ അനുഗ്രഹിക്കുന്നവരായി മാറും. നമ്മിൽ ആർക്കും അത് വരരുത്. തന്നെത്താൻ അനുഗ്രഹിക്കുന്നവരായി നാം ആരുമായി തീരരുത്. അതാ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്. കയ്പിൻ്റെ വേര് മുളയ്ക്കാനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട്. എന്നാൽ അതിനിടം കൊടുക്കരുത്. അത് വേര് പിടിക്കുവാൻ അവസരം കൊടുക്കരുത്. അതിന് വെള്ളവും വളവും കൊടുക്കരുത്. കൊടുത്താൽ എന്ത് സംഭവിക്കും? അത് വിഷമുണ്ടാക്കും, അത് കലക്കമുണ്ടാക്കും, അത് അനേകരെ മലിനപ്പെടുത്തും. നീയും ഹൃദയകാഠിന്യത്തിന് നിന്നെ തന്നെ ഏൽപ്പിക്കുന്നവനായി മാറും. ആ ഹൃദയകാഠിന്യത്തിൻ്റെ അവസ്ഥയിലേക്ക് പോയാൽ എനിക്ക് സുഖമുണ്ടെന്ന് നീ പറയും. നീ തന്നെത്താൻ അനുഗ്രഹിക്കുന്നവനായി മാറും. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകുവാൻ ഇടവരരുത്. കയ്പിൻ്റെ വേര്. ജീവിതത്തിലെ അനുഭവങ്ങൾ നമ്മെ എന്ത് ചെയ്യും? കയ്പിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ലേ? ഉണ്ടാകുമോ? രൂത്തിന്റെ പുസ്തകത്തിൽ നാം ഒരു സ്ത്രീയെ കാണുന്നുണ്ട്. അവൾ മറ്റുള്ളവർ തന്നെ നവോമി എന്ന് വിളിക്കുമ്പോൾ അവൾ മറ്റുള്ളവരോട് പറയുകയാണ്, കോൾ മീ ബിറ്റർ, എന്നെ മാറ എന്ന് വിളിക്കണം. എന്താ അതിന് കാരണം? ജീവിതത്തിൽ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ കൈപ്പേറിയ അനുഭവങ്ങളാണ് തന്നെ ആ ഒരു ചിന്തയിലേക്കും ആ ഒരു സംസാരത്തിലേക്കും വഴി നയിച്ചത്. ബേദലഹേമിൽ, അപ്പത്തിൻ്റെ പട്ടണമായ ബേദലഹേമിൽ ക്ഷാമം നേരിട്ടു. ഈ കുടുംബം മാത്രമല്ല ഉള്ളോ മോവാബിലേക്ക് പോയത്. ദൈവത്തിൻ്റെ ആലോചന എന്താണ്? മോവാബിരുമായും അമ്മൂന്യരുമായും യാതൊരു വിധത്തിലുള്ള കൂടിച്ചേരലും പാടില്ല എന്ന് ദൈവം നിയമം കൊടുത്തിരിക്കെ അല്പനാളത്തെ ക്ഷാമത്തിനിടയിൽ അത് സഹിക്കുവാനുള്ള ഉൾക്കരുത്തില്ലാതെ ഭർത്താവിനെയും മക്കളെയും കൂട്ടി മോവാബിലേക്ക് പോയ ഒരു സ്ത്രീ ഒത്തിരി സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട അവൾ അവിടേക്ക് പോയത്. ചെന്നു കഴിഞ്ഞപ്പോൾ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമായി. എന്താണ്? ഭർത്താവിന് ജോലി, മക്കൾക്ക് ജോലി. മക്കൾക്ക് രണ്ടുപേർക്കും നല്ല സുന്ദരികളെ ഭാര്യമാരായും കിട്ടി. ഇത് ദൈവീകമാണോ എന്നുള്ള തിരിച്ചറിവ് അവൾക്കുണ്ടായില്ല. താനെടുത്ത തീരുമാനം നിമിത്തം തനിക്ക് ദൈവം തന്ന ദാനമായി ചിന്തിച്ചു അവൾ. ആവർത്തന പുസ്തകത്തിൽ നാം വായിച്ചത് എന്താണ്? തന്നെത്താൻ അനുഗ്രഹിക്കുന്നതായി നവോമി മാറി. ഞാൻ മോവാബിൽ വന്നതുകൊണ്ട് ദൈവം ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചു എന്ന അവൾ പറഞ്ഞത്. തന്നെത്താൻ അനുഗ്രഹിക്കുന്നവളായി നവോമി മാറി. പക്ഷെ അനുഗ്രഹത്തിന് അധികം ആയുസ്സുണ്ടായില്ല. ഭർത്താവ് മാറ്റപ്പെട്ടു, 2 മക്കളും തന്നിൽ നിന്ന് മാറ്റപ്പെട്ടു. മോവാബരായ 2 സ്ത്രീകളും താനും മാത്രം ശേഷിച്ചു. ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി കയ്പിൻ്റെ അനുഭവങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ആര് വരുത്തി വെച്ചതാ? സ്വയം വരുത്തി വെച്ചതാണ്. അവൾ മരുമക്കളോട് യാത്ര പറഞ്ഞപ്പോൾ ഒരുവൾ മാത്രം എന്ത് ചെയ്തു? തന്നോടൊപ്പം പോരുവാൻ തീരുമാനിച്ചു. അവർ അപ്പത്തിൻ്റെ നാട്ടിലേക്ക് വരുമ്പോൾ ആളുകൾ അവളെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അവളുടെ വാക്കിൻ്റെ അർത്ഥം എന്താണ്? പേരിൻ്റെ അർത്ഥം എന്താണ്? പ്ലസന്നസ്, സന്തോഷം, ആനന്ദമെന്നാണ്. എല്ലാവരും അവളെ ആനന്ദമെന്നും സന്തോഷമെന്ന് വിളിച്ചപ്പോൾ ആ വാക്ക് ഉൾക്കൊള്ളുവാൻ അവൾ തയ്യാറായില്ല. ഷീ വാണ്ടഡ് ടു ചേഞ്ച് ഹെർ നെയിം. അവൾ അവളുടെ പേര് മാറ്റുവാൻ ശ്രമിക്കുകയാണ്. എന്താണ് അവൾ പറയുന്നത്? കോൾ മീ ബിറ്റർ, എന്നെ കയ്പെന്ന് വിളിച്ചാൽ മതി, എന്നെ മാറ എന്ന് വിളിച്ചാൽ മതി. ഞാൻ ദൈവമക്കളോട് പറയട്ടെ, സ്വന്തം തെറ്റുകളെ ബോധ്യപ്പെട്ടാൽ, താൻ ചെയ്ത കയ്പിൻ്റെ അനുഭവം തൻ്റെ തീരുമാനപ്രകാരം ഉണ്ടായതാണെന്നുള്ള തിരിച്ചറിവുണ്ടായാൽ ദൈവം നിന്റെ പേര് മാറ്റത്തില്ല. ദൈവം നിന്നെ ആ പേര് തന്നെ നിന്നെ കൊണ്ട്, ആളുകളെ കൊണ്ട് വിളിപ്പിക്കുക മാത്രമല്ല, ആ അനുഭവത്തിലൂടെ ദൈവം നിന്നെ നടത്തുകയും ചെയ്യും. എങ്ങനെയാ അത് മനസ്സിലായത്?
തൻ്റെ ജീവിതത്തിൽ തനിക്ക് പറയുവാൻ, പുകഴ്ച പറയുവാൻ ഒന്നുമില്ല. അപ്പോൾ താൻ ചെയ്തൊരു കാര്യത്തെക്കുറിച്ച് അവിടെ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അവൻ്റെ 3-ാം അധ്യായത്തിൽ പറയുന്നു, ഷി വാസ് മോർ ഇൻട്രസ്റ്റഡ് ഇൻ രൂത്ത്. അവളിപ്പോൾ അവളെക്കുറിച്ചുള്ള ചിന്ത വിട്ടിട്ട് ആരെക്കുറിച്ചുള്ള ചിന്തയായി? ഇവിടെ അതിന്റെ 3-ാമത്തെ വാക്യത്തിലുണ്ട്, അവൾ തൈലം പൂശുവാനും വസ്ത്രം ധരിപ്പിച്ച് അവളെക്കുറിച്ചുള്ള ചിന്തകൾ, അവളെ എങ്ങനെ കൂടുതൽ സൗന്ദര്യവതിയാക്കി അവളുടെ ജീവിതത്തിൽ ഒരു കുളിർമയുണ്ടാക്കുവാനുള്ള ശ്രമമാണ്. ഷി വാസ് മോർ ഇൻട്രസ്റ്റഡ് ഇൻ രൂത്ത് റാദർ ദാൻ ഹെർസെൽഫ്. ജീവിതത്തിൽ കയ്പിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ സ്വയം ത്യജിക്കപ്പെട്ടവളായി, സ്വയം പഴി പറയുന്നവരായി മാറാതെ മറ്റുള്ളവരുടെ ആത്മീയമായ നന്മയിൽ ശ്രദ്ധ കൊടുത്താൽ ദൈവം നിന്റെ പേര് മാറ്റുകയില്ല. ആ പേര് ദൈവം നിലനിർത്തുക മാത്രമല്ല, ആ പേരിൻ്റെ അർത്ഥത്തിലൂടെ ദൈവം നിന്നെ നടത്തുകയും ചെയ്യും. എന്താ നാം വായിക്കുന്നത്? ഇങ്ങനെയാണ്. അതിന്റെ 4-ാം അധ്യായം 17-ാം വാക്യത്തിൽ അയൽക്കാരത്തികൾ പറയുകയാണ്, അവളുടെ അയൽക്കാരത്തികൾ നവോമിക്ക് ഒരു മകൻ ജനിച്ചു എന്ന് പറഞ്ഞ്. മതി. ഇവിടെ എന്താ വായിക്കുന്നത്? നവോമിക്ക് ഒരു മകൻ ജനിച്ചു. യഥാർത്ഥത്തിൽ ഇവളാണോ പ്രസവിച്ചത്? അല്ല, രൂത്താ പ്രസവിച്ചത്. എന്നാൽ അയൽക്കാരത്തികൾ എന്താ പറയുന്നത്? നവോമിക്ക് ഒരു മകൻ ജനിച്ചു. നീ പേര് മാറ്റി രക്ഷപ്പെടാൻ ശ്രമിക്കുക. കൈപ്പേറിയ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ നിന്റെ പേര് മാറ്റുവാൻ നിന്നെ പ്രേരിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, നിന്റെ അനുഭവം എന്താണെന്ന് നീ തിരിച്ചറിഞ്ഞ് അതിൽ നീ മാനസാന്തരപ്പെട്ടാൽ ദൈവം നിന്റെ പേര് നിലനിർത്തുക മാത്രമല്ല, ആ പേരിൻ്റെ അർത്ഥത്തെ പൂർണ്ണമാക്കുവാനുള്ള പദ്ധതികൾ എൻ്റെ ദൈവത്തിൻ്റെ പക്കലുണ്ട്. നവോമിക്ക് ഒരു മകൻ ജനിച്ചു എന്ന് പറഞ്ഞു. അവൾ വംശാവലിയിൽ ഒരംഗമാകുവാനിട വന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താണെന്ന് നാം തിരിച്ചറിയണം. ദൈവം നമ്മിലൂടെ പ്രവൃത്തികൾ ഒന്നൊന്നായി ചെയ്തെടുപ്പാൻ താല്പര്യപ്പെടുമ്പോൾ കയ്പിൻ്റെ അനുഭവം നാം വെച്ചുകൊണ്ടിരിക്കരുത്. അതെന്തുണ്ടാക്കും? അത് കലക്കമുണ്ടാക്കും, അത് അനേകരെ മലിനപ്പെടുത്തുന്നതാണ്. ഒരിക്കലൊരു സംഭവകഥ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ എല്ലാവരും ഒരു അരുവിയിൽ നിന്നാണ് വെള്ളം കുടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ ആ അരുവിയിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന ഗ്രാമവാസികളെല്ലാം രോഗികളായും പെട്ടെന്ന് അവർ മരണപ്പെടുവാനും തുടങ്ങി. അപ്പോൾ തന്നെ അധികാരികൾ എന്താണ് ഇതിന് കാരണമെന്ന് അന്വേഷിച്ച് അവർ യാത്ര പുറപ്പെട്ടു. അവരുടെ ഭക്ഷണമാണോ മറ്റേതെങ്കിലുമാണോ എന്നറിയാൻ വേണ്ടി താല്പര്യപ്പെട്ടപ്പോൾ ഈ കുടിക്കുന്ന വെള്ളമാണ് കണ്ടാമിനേറ്റഡ് എന്ന് അവർക്ക് മനസ്സിലായി. അത് മലിനമായി തീർന്നു. ആ അരുവി ഒഴുകി വരുന്ന അതിൻ്റെ ഉത്ഭവം, ഉറവിടത്തിലേക്ക് ഇവർ യാത്ര തിരിച്ചു. അവർ അവിടെ ചെന്നപ്പോൾ അത് വലിയൊരു കുഴിയാണ്. ആ കുഴി നോക്കിയപ്പോൾ അതിനടിയിൽ വ്യക്തമായി കാണാം. അവർ ചില പ്രത്യേകമായ ഉപകരണങ്ങൾ വെച്ച് അത് നോക്കിയപ്പോൾ മനസ്സിലായൊരു കാര്യം, ഒരു പന്നിയും അതിൻ്റെ കുഞ്ഞുങ്ങളും എങ്ങനെയോ ഇതിനകത്ത് പെട്ടുപോയതാണ്. ആ വെള്ളമാണ്, ആ ചീഞ്ഞഴുകിയ വെള്ളമാണ് ഈ ഗ്രാമവാസികൾ കുടിച്ചുകൊണ്ടിരുന്നത്. എന്താ സംഭവിച്ചത്? ഈ പന്നിയും അതിൻ്റെ കുഞ്ഞുങ്ങളും അതിൽ വീണ് അഴുകിയ വെള്ളം കുടിച്ചതുകൊണ്ടാണ് ഗ്രാമവാസികൾ എന്ത് ചെയ്തത്? രോഗികളും മരണത്തിനും അവർ ഏൽപ്പിക്കപ്പെട്ടത്. നമ്മിൽ നിന്ന് പുറപ്പെടുന്നത് അനേകരുടെ മരണത്തിന് കാരണമായി തീരരുത്. അനേകരുടെ ആത്മീയ മരണത്തിന് കാരണമായി തീരരുത്. അനേകർ ആത്മീയ രോഗികളായി തീരുന്നതിന് കാരണമായി തീരരുത്. ദൈവത്തോട് പറ, എൻ്റെ കയ്പിൻ്റെ വേര് അനേകരെ മലിനപ്പെടുത്തുന്നുണ്ടോ? എൻ്റെ കയ്പിൻ്റെ വേര് കലക്കമുണ്ടാക്കുന്നുണ്ടോ? എങ്കിൽ അതിൽ നിന്ന് എന്നേക്കുമായുള്ളൊരു മോചനമാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. ഞാൻ 1-2 കാര്യങ്ങളൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമുക്ക് 2 പുത്രന്മാരെ കാണുവാൻ കഴിയുന്നുണ്ട്. ഒരുവനെ നമ്മൾ മുടിയൻ പുത്രൻ എന്നാണ് വിളിക്കുന്നത്. അവൻ മുടിയൻ പുത്രൻ എന്ന് ആളുകൾ അവനെ അങ്ങനെ വിളിച്ചതാണ്. കാരണം അവൻ അപ്പൻ്റെ സ്വത്ത്, അവന് ലഭിക്കേണ്ട വീതവും വാങ്ങി അവൻ നേരെ പോയി. അവനെ സംബന്ധിച്ച് അവൻ്റെ മുൻപോട്ടുള്ള യാത്രയ്ക്ക്, അവൻ്റെ ഭാവിക്ക്, അവൻ്റെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന 2 പേരേ ഉള്ളൂ അവിടെ. ഒന്ന് അപ്പനും സഹോദരനുമാണ്. അപ്പോൾ കിട്ടുന്ന കാശും മേടിച്ചുകൊണ്ട്, വീതവും മേടിച്ചുകൊണ്ട് പോയാൽ
എനിക്ക് സ്വതന്ത്രമായ ഒരു ജീവിതം, ഉയർച്ച, ഉന്നതി ഒക്കെ പ്രാപിക്കാമെന്നുള്ള ചിന്തയിലാണ് അവൻ പുറപ്പെട്ടത്. പക്ഷെ അവൻ്റെ സ്വപ്നങ്ങളൊന്നും യാഥാർത്ഥ്യമായില്ല. അവസാനം പന്നിയുടെ വാളവര തിന്നു പോലും എങ്ങനെയെങ്കിലും വിശപ്പടക്കുവാൻ തീരുമാനിച്ചു. അതും അവന് ലഭ്യമായില്ല. ഒടുവിൽ അവൻ മടങ്ങി വരാൻ തീരുമാനിച്ചു. എന്താണ്? എൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് അവൻ സുബോധം വന്നിട്ട്. അപ്പോൾ സുബോധം ഇല്ലാതായിരുന്നു അവൻ അപ്പനോട് വീതം ചോദിച്ചതെന്ന് അതിൻ്റെ അർത്ഥം അല്ലേ? ഇപ്പം ഇവിടെ എഴുതിയിരിക്കുന്നത് വാളവര കിട്ടാതെ വന്നപ്പോൾ എന്താണ്? അവന് സുബോധം വന്നിട്ട് അവൻ അപ്പൻ്റെ അടുത്തേക്ക് മടങ്ങി വരികയാണ്. ഞാൻ അതൊന്നും അല്ല പറയാൻ താല്പര്യപ്പെടുന്നത്. മടങ്ങി വന്ന് അപ്പൻ എന്ത് ചെയ്തു? അവനെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അവൻ പറഞ്ഞത്, നിന്റെ ബാല്യക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറഞ്ഞുള്ളൂ. എന്നാൽ അപ്പൻ അങ്ങനെയാണോ അവനെ സ്വീകരിച്ചത്? മടങ്ങി വന്ന മകനെ എന്താണ്? എല്ലാ പ്രൗഢിയോടും, എല്ലാ സ്നേഹത്തോടും, എല്ലാ സന്തോഷത്തോടും വലിയ വിരുന്നാണ് അവന് വേണ്ടി ഒരുക്കിയത്. അവിടെ നൃത്തമുണ്ട്, വാദ്യഘോഷമുണ്ട്, പിന്നെ മേത്തരമായ വിരുന്നുമുണ്ട്. 3 കാര്യങ്ങൾ അവിടെ നടക്കുന്നത് അല്ലേ? മേത്തരമായ വിരുന്ന് അതെങ്ങനെയാ? നല്ല ഒരു കാളക്കുട്ടിയെ അല്ലേ, അവൻ തടിപ്പിച്ച കാളക്കുട്ടിയെ അവന് വേണ്ടി ഒരുക്കുകയാണ്. ഇതെല്ലാം അവിടെ നടക്കുക. കാണാതെ പോയ മകൻ മടങ്ങി വന്നു. അപ്പൻ അവന് കൊടുത്ത സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ അവിടെ പറയുന്നുണ്ട്, നിങ്ങൾക്കെല്ലാം അറിയാം. എല്ലാം കൊടുത്ത് ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇപ്പം ഈ ഭവനത്തിൽ നൃത്തവും വാദ്യഘോഷവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മണവും അടിച്ചു കാണും അല്ലേ? അവൻ എന്ത് ചെയ്തു? വന്ന വഴി ബാല്യക്കാരിൽ ഒരുത്തനെ വിളിച്ചിട്ട് ചോദിച്ചു, ഇതിൻ്റെ കാരണം എന്താണ്? മനസ്സിലായോ? ഇവൻ ആരോടാ ചോദിക്കേണ്ടിയിരുന്നത്? അപ്പനോടാ ചോദിക്കേണ്ടിയിരുന്നത്. ഇവൻ അപ്പനുമായിട്ട് അകലമുണ്ടോ? ഇല്ലല്ലോ. രാവിലെയും തന്നോട് സംസാരിച്ച് അപ്പാ പോയി വരട്ടെ എന്ന് പറഞ്ഞ് പോയവനല്ലേ? ഞാൻ കയ്പിൻ്റെ ഉണ്ടാകുന്ന കാര്യമാണ് പറയാൻ വരുന്നത്. ഒരു നൃത്തവും ഒരു വാദ്യഘോഷവും വിരുന്നിൻ്റെ മണവും ദൂരവേ അറിഞ്ഞപ്പോൾ അവനിൽ കയ്പിൻ്റെ വേര് മുളച്ചു. വിരുന്ന് വീട്ടിലും കയ്പുണ്ടാകാം, വിരുന്നുശാലയിലും കയ്പുണ്ടാകാം. ഇവിടെ നൃത്തവും വാദ്യഘോഷവും നടക്കുക. നമ്മുടെ രീതി പറഞ്ഞാൽ ഒരാരാധനയാണ് അല്ലേ? ആത്മാവിലുള്ള ആരാധനയായിരിക്കാം. പക്ഷെ ഇത് കേട്ടിട്ട് അവനിൽ എന്തുണ്ടായി? കയ്പുണ്ടായി. അതല്ല ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്. നിനക്ക് നേരിട്ട് നിന്റെ പിതാവിനോട് അകൽച്ച പാലിക്കാതെ, ഈ കയ്പിൻ്റെ അനുഭവത്തിലൂടെ നിന്റെ ഹൃദയത്തെ കടത്തിവിടാതെ അപ്പൻ്റെ അടുത്ത് വന്ന് ഇതിൻ്റെ കാര്യവിവരം തിരക്കേണ്ടിയിരുന്ന നീ വഴിയിലെ ബാല്യക്കാരിൽ ഒരുത്തനെ വിളിച്ചിട്ട് ചോദ്യങ്ങൾ ചോദിച്ചു. അതിൻ്റെ മറുപടി അവനിൽ കയ്പിൻ്റെ വേരിനെ വർദ്ധിപ്പിക്കുക ചെയ്തത്. ഇത്രയും നാൾ എൻ്റെ അപ്പൻ്റെ കൂടെ വിശ്വസ്തയോടെ സേവനം ചെയ്ത എനിക്ക് അവൻ ഇന്നേ വരെ ഒരാട്ടിൻകുട്ടിയെ പോലും തന്നിട്ടില്ല. കമ്പാരിസൺ എന്താണ്? അവൻ കാണാതെ പോയവൻ വന്നപ്പോൾ തടിപ്പിച്ച കാളക്കുട്ടി. ഈ വീട്ടിൽ കിടന്ന എനിക്കെന്താ? ഒരാട്ടിൻകുട്ടിയെ പോലും തന്നില്ല. നമുക്ക് ലഭിക്കുന്ന മാന്യതയുടെ സ്ഥാനത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകളും കയ്പിനെ ഉളവാക്കുവാൻ സാധ്യതയുണ്ട്. നമ്മുടെ മുൻപിൽ വിളമ്പുന്ന ഭക്ഷണ സാധനത്തിൻ്റെ അളവിലും അതിൻ്റെ വലിപ്പത്തിലുമല്ല ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം തീരുമാനിക്കേണ്ടത്. വിരുന്നു വീട്ടിൽ അവന് ആട്ടിൻകുട്ടിയെ കിട്ടിയില്ലെന്നുള്ളതാണ് പരാതി. പിന്നെന്താ? ഇതേവരെ എൻ്റെ ജീവിതത്തിൽ ഒരു നൃത്തമോ ഒരു വാദ്യഘോഷമോ എൻ്റെ പിതാവ് എനിക്ക് വേണ്ടി ചെയ്തിട്ടില്ല. നിന്നെ അതിനാരെങ്കിലും തടഞ്ഞിരുന്നുവോ? നീ ആരാധിക്കേണ്ടതിന് മറ്റുള്ളവരുടെ ആരാധനയെ നീ എന്തിനാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്? ആരാധന ദൈവവും ഞാനും തമ്മിലുള്ളതാ. മറ്റൊരുവന്റെ ആരാധനയിൽ ദൈവം പ്രസാദിക്കുന്നുവെങ്കിൽ നിന്റെ ആരാധനയിൽ എങ്ങനെ ദൈവം പ്രസാദിക്കണമെന്ന് നീ ചിന്തിക്കണം. ഇവിടെ ദൈവാത്മാവ് നൽകുന്ന ഒരു മുന്നറിയിപ്പുണ്ട്. നീ കയ്പിൻ്റെ അനുഭവം വെച്ചുകൊണ്ട്
അപ്പൻ വന്നവനെ വിളിക്കുന്നുണ്ട്, മകനെ അകത്തുവാ, മകനെ അകത്തുവാ, നീയും ഈ നൃത്തത്തിൽ പങ്കെടുക്കേണ്ടവനാ, നീയും ഈ വാദ്യഘോഷത്തിൽ പങ്കെടുക്കേണ്ടവനാ, നീയും ഈ വിരുന്നുശാലയിൽ എല്ലാം നോക്കി നടത്തേണ്ടവനാ. അവൻ കയറി വരാതെ പുറത്ത് നിൽക്കുക. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ കയറിയില്ലെങ്കിലും ആരാധനയ്ക്കൊരു കോട്ടവും സംഭവിക്കയില്ല. നീ നൃത്തത്തിലും വാദ്യഘോഷത്തിലും വിരുന്നിലും പങ്കെടുത്തില്ലെങ്കിലും ഇവിടുത്തെ വിരുന്നിനോ നൃത്തത്തിനോ വാദ്യഘോഷത്തിനോ ഒരു കുറവും സംഭവിക്കയില്ല. നീ പുറത്തിരിക്കേണ്ടി വരും. സഭയോട്, ശുശ്രൂഷയോട് അകൽച്ച പാലിച്ചുകൊണ്ട്, കയ്പ് വെച്ചുകൊണ്ട് ഞാൻ പങ്കെടുക്കയില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ദൈവിക സന്തോഷത്തിന് നീ ഇന്നവറ്റബിൾ ഫിഗർ അല്ല. ദൈവത്തിന്റെ ആരാധന ദൈവത്തിന്റെ നിലയിൽ അത് നടന്നുകൊണ്ടേയിരിക്കും. നീ പുറത്തിരിക്കേണ്ടി വരും. നീ കയ്പുമായി പുറത്തിരിക്കേണ്ടി വരും. പിതാവ് വന്ന് വിളിച്ചതാ, മകനെ അകത്തേക്ക് വാ, ഈ സന്തോഷത്തിൽ നീയും പങ്കുചേര്. പക്ഷെ അവൻ അകത്തേക്ക് വരുവാൻ മനസ്സ് കാണിച്ചില്ല. ദൈവാത്മാവ് പറയുന്നൊരു കാര്യമുണ്ട്, നീ കയറിയാലും ഇല്ലെങ്കിലും ഈ ആഘോഷത്തിന് ഒരു കുറവും സംഭവിക്കുകയില്ല, ഈ ആരാധനയ്ക്ക് ഒരു കുറവും സംഭവിക്കുകയില്ല. നീ വെളിയിൽ നിൽക്കേണ്ടി വരും, നീ വെളിയിൽ നിൽക്കേണ്ടി വരും. നമ്മുടെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ദൈവസന്നിധിയിൽ. നമ്മുടെ പാരമ്പര്യം പറയുന്നത് കൊണ്ട് ദൈവസന്നിധിയിൽ ഒരു വിലയുമില്ല. ഇന്ന് നാം എങ്ങനെയായിരിക്കുന്നു, ഇന്ന് നാം ദൈവസന്നിധിയിൽ എങ്ങനെയായിരിക്കുന്നു എന്നാ ദൈവം നോക്കുന്നത്. ഇന്നലകളിൽ ചെയ്തത് മറന്നുപോകുന്ന ദൈവമല്ല. എന്നാലും ഇന്ന് നാം ദൈവത്തിന്റെ സന്നിധിയിൽ എങ്ങനെയായിരിക്കുന്നു? ഒരു കയ്പിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ അതിനോട് നോ പറയുവാൻ നാം തയ്യാറാകണം. കയ്പുള്ള വേരും ഉണ്ടായാൽ കലക്കമുണ്ടാകും. അതെന്ത് ചെയ്യും? അത് അനേകരെ മലിനപ്പെടുത്തുവാൻ സാധ്യതയുണ്ട്. ഇവിടെ ഒരു കാര്യം കൂടെ, രണ്ട് ചിന്തകളൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ പറയുകയാണ്, അവസാനം ഈ ഏശാവ് അവൻ എന്ത് ചെയ്തെന്നാ? കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടും അനുഗ്രഹം ലഭിപ്പാൻ തള്ളപ്പെട്ടു, തള്ളപ്പെട്ടു, തള്ളപ്പെട്ടു. ദൈവത്തിന്റെ ആത്മാവ് പറയുക, കയ്പിന്റെ അനുഭവം വെച്ചുകൊണ്ട് നടക്കരുത്. നടന്നാൽ നീ കണ്ണുനീരോട് അപേക്ഷിച്ചാലും തള്ളപ്പെടും, തള്ളപ്പെടും, തള്ളപ്പെടും. ഇവിടെ പറയുക, മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. തറപ്പിച്ചു ഉറപ്പിച്ചു അവിടെ എഴുതിയിരിക്കുന്നത്. കയ്പിന്റെ അനുഭവത്തോടു കൂടി നാം മുൻപോട്ട് പോയാൽ കണ്ണുനീരോടുകൂടി അപേക്ഷിച്ചാലും തള്ളപ്പെടും. മാനസാന്തരത്തിന് ഇട കണ്ടില്ല. നമ്മിലാർക്കും അത് സംഭവിപ്പാൻ ഇടവരരുത്. നമ്മിലാർക്കും അത് സംഭവിപ്പാൻ ഇടവരരുത്. കയ്പിന്റെ അനുഭവം ഏതെങ്കിലും തലത്തിൽ, എനിക്കറിയത്തില്ല എങ്ങനെയൊക്കെയാണെന്ന്, നമുക്കറിയാം. നമുക്ക് കയ്പിന്റെ അനുഭവം ഉണ്ടായി, ഒരാളോട് നീരസമുണ്ടായി, ഒരാളോട് ദേഷ്യമുണ്ടായി, ഒരാൾ പകയുണ്ടായി, വിരോധമുണ്ടായി, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു കാര്യത്തിൽ എന്താണ് ഒരു അല്പ അകൽച്ച, മാനസികമായ അകൽച്ച ഉണ്ടായെങ്കിൽ അത് കയ്പിന്റെ ആരംഭമാണ്. കയ്പിന്റെ ആരംഭമാണ്. അത് വെച്ചുകൊണ്ടിരിക്കരുത്. അങ്ങനെ വെച്ച ഒരു വ്യക്തിയായിരുന്നു ഏശാവ്. അവൻ ജ്യേഷ്ഠാവകാശം വിറ്റു, ജ്യേഷ്ഠാവകാശം അലക്ഷ്യമാക്കി, അഭക്തനായി മാറി. അവൻ പിന്നീട് കണ്ണുനീരോടുകൂടി അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു. മാനസാന്തരത്തിന് ഇട കണ്ടില്ല. ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിന് ഒരു പരിഹാരം വേണ്ടേ? അതിനുവേണ്ടി 2 തീമോത്തിയോസ് 4-ാം അധ്യായം, 2 തീമോത്തിയോസ് 4-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. ചെമ്പ് പണിക്കാരൻ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു, അവന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം കർത്താവ് അവന് പകരം ചെയ്യും. മതി. ഇവിടെ പറഞ്ഞത് എന്താണ്? ഇതാണ് നാം ചെയ്യേണ്ട കാര്യം. എന്താണ്? ചെമ്പ് പണിക്കാരനായ അലക്സാണ്ടർ എന്ത് ചെയ്തു? എനിക്ക് വളരെ ദോഷം ചെയ്തു.
നമ്മുടെ ജീവിതത്തിൽ അനേകർ നമുക്കെതിരെ ദോഷം ചെയ്യുന്നവരില്ലേ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അത് സമൂഹത്തിലാകാം, സഭയിലാകാം, കുടുംബത്തിലാകാം. നമുക്കെതിരെ ദോഷം ചെയ്യുന്നവരുണ്ട്. എന്താണ് പൗലോസ് പറയുന്നത്? കർത്താവ് അവന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം പകരം ചെയ്യട്ടെ. ആരുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക? ലീവ് എവറിഥിങ് ഇൻ ദ സേഫ് ഹാൻഡ്സ് ഓഫ് ഗോഡ്. നമ്മിലെ ബിറ്റർനെസ്സിനെ എന്ത് ചെയ്യുക? ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. നമുക്കെതിരെ ദോഷം ചെയ്തവരെ നന്നാക്കാൻ നമുക്ക് പറ്റുകയില്ല. വളരെ ദോഷം ചെയ്തവർ നമ്മുടെ കൂടെ നടക്കുന്നവരുണ്ട്. നമ്മുടെ കൂടെ നടക്കുന്നവരാ നമുക്ക് ദോഷം ചെയ്യുന്നത്. പക്ഷെ ദൈവാത്മാവ് പൗലോസ് തിമോത്തിയോസിന് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, നീ അവരോടൊന്നും പകവെച്ചുകൊണ്ട് നടക്കണ്ട. ലീവ് എവറിഥിങ് ഇൻ ടു ദ സേഫ് ഹാൻഡ്സ് ഓഫ് ഗോഡ്. നീ എല്ലാം നന്നായി ചെയ്യുന്നവൻ്റെ, നീതിയോട് ന്യായത്തോട് കാര്യങ്ങളെ തീരുമാനിക്കുന്നവൻ്റെ പക്കൽ നീ സകലതും ഏൽപ്പിക്കേ. ശുശ്രൂഷ കയ്പും കൊണ്ട് നടക്കേണ്ട ശുശ്രൂഷയല്ല. ശുശ്രൂഷ ദൈവത്തിന് കൊള്ളാവുന്ന ശുശ്രൂഷയായി വെളിപ്പെടുത്തേണ്ടതാണ്. ദൈവം നമ്മിൽ ശുശ്രൂഷ തന്നിരിക്കുന്നത് മറ്റുള്ളവൻ്റെ കയ്പ് തീർത്തേച്ച് അവനിട്ട് പണി കൊടുത്തേച്ച് പോകാൻ വേണ്ടിയല്ല. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത് എന്താണ്? ഈ ഉപവാസ പ്രാർത്ഥനയുടെ ആദ്യ രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ആ വിധമായ ചിന്തകളിലൂടെയാണ് നടത്തിയത്. ഒരുപക്ഷെ നിങ്ങളെ ആത്മാവിലാക്കുന്ന ഒരു പ്രത്യേകമായ ചിന്ത അല്ല ഞാനിവിടെ പറഞ്ഞതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നമ്മുടെ ഹൃദയങ്ങളെ തൊട്ടുണർത്തുന്ന, നാം ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെയും നന്മകളെയും പ്രാപിപ്പാൻ തടസ്സമായി നിൽക്കുന്നത് നമ്മിലെ കയ്പിൻ്റെ അനുഭവമാണ്. ഇതുവരെ നാം പലരെയും പഴി പറഞ്ഞു. പ്രാർത്ഥനയുടെ കുറവാ, പാസ്റ്ററുടെ പ്രാർത്ഥനയുടെ കുറവാ, സഭയുടെ പ്രാർത്ഥനയുടെ കുറവാ. അല്ലവേ അല്ല. എൻ്റെ കയ്പാണ് എൻ്റെ അനുഗ്രഹത്തിന് തടസ്സം. എന്നിലെ കയ്പാണ് എൻ്റെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്നത്. ശുശ്രൂഷ ഏൽപ്പിക്കപ്പെട്ട തിമോത്തിയോസേ, നിനക്കും ഞാൻ ചെയ്തത് തന്നെയാണ് നീയും ചെയ്യേണ്ടത്. എനിക്കെതിരെ ദോഷം ചെയ്തവനോട് പകരം വീട്ടുവാൻ ഞാൻ പോയില്ല. അത് തന്നെ ഞാൻ നിന്നോടും പറയുന്നു. സകലവും അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കേ. സകലവും അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കേ. അവനെല്ലാം നന്നായി ചെയ്യുന്ന ദൈവമാണ്. നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, കയ്പിൻ്റെ അനുഭവങ്ങളുണ്ട്, മാറയുടെ അനുഭവങ്ങളുണ്ട്. പക്ഷേ കയ്പിൻ്റെ അനുഭവത്തിലൂടെയാ നാം മുൻപോട്ട് പോകുന്നതെങ്കിലും, കയ്പാണ് നാം വലിച്ചു കുടിക്കുന്നതെങ്കിലും, നമ്മിൽ നിന്ന് മധുരത്തിൻ്റെ കൊമ്പുകൾ പുറപ്പെടട്ടെ. മധുരത്തിൻ്റെ കൊമ്പുകൾ പുറപ്പെടട്ടെ. അത് അനേക കയ്പേറിയ അവസ്ഥയിലൂടെ പോകുന്ന ജീവിതങ്ങൾക്ക് അത് മധുരമായി തീരട്ടെ. ഇന്ന് നമുക്കതിനു വേണ്ടി പ്രാർത്ഥിപ്പാൻ കഴിയുമോ? ഒരു നിമിഷം നമുക്ക് തലകട വടക്കാം. ദൈവത്തോട് പറ, ദൈവമേ, ഞാൻ അറിഞ്ഞും അറിയാതെയും എൻ്റെ ജീവിതത്തിൽ പല നാളുകളായി കൊണ്ടു നടക്കുന്ന ചില കയ്പിൻ്റെ അനുഭവം, അത് സംസാരത്തിൽ, ഇടപാടുകളിൽ, കൊടുക്ക വാങ്ങലുകളിൽ ഞാനത് വർഷങ്ങളായി കൊണ്ടു നടക്കുകയാണ്. എൻ്റെ ഭവനത്തിൽ, എൻ്റെ സഹോദരങ്ങളോടുള്ള ബന്ധത്തിൽ, വിശ്വാസികളോടുള്ള ബന്ധത്തിൽ, ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ പലപ്പോഴും എനിക്ക് കിട്ടേണ്ട അവസരങ്ങൾ തട്ടിമാറ്റിയോ എന്നുള്ള ചിന്ത ഉണ്ടാകുന്ന ചില കാര്യങ്ങളെങ്കിലും ഉണ്ടാകുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ്, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വെച്ച ശുശ്രൂഷ അത് ദൈവം എന്നെ കൊണ്ട് മാത്രമേ ചെയ്യിക്കുകയുള്ളൂ. അതിനെ തട്ടിയെടുക്കുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല. അവൻ എന്നിൽ നിറവേറ്റുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് എന്നിലൂടെ തന്നെ നിറവേറുക തന്നെ ചെയ്യും. അത് തീമോത്തിയോസിനോട് പറഞ്ഞതുപോലെ, ഞാൻ എല്ലാം എന്താണ് ന്യായമായ കാര്യങ്ങളെ തീർക്കുന്നവന്റെ കരങ്ങളിൽ ഞാൻ സകലതും ഏൽപ്പിക്കുന്നു. അങ്ങനെ ഒരു സമർപ്പണത്തോടെ ദൈവസന്നിധിയിൽ ഈ ആദ്യ ദിവസം ആയിത്തീർന്നാൽ അടുത്ത ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ ദിവസങ്ങളാകും. ശക്തിയുടെ, നന്മകളുടെ, നാം അറിയാത്ത നന്മകൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകും. ദൈവം വിശ്വസ്തനാണ്. പക്ഷേ കലക്കമുണ്ടാക്കുന്ന, മലിനപ്പെടുത്തുന്ന ഒന്നും നമ്മിലുണ്ടാകരുത്. ദൈവകൃപ വിട്ടുപോകാതെ, കയ്പിന്റെ അനുഭവത്തിലൂടെ പോകാതെ ദൈവം നമ്മെ ഏൽപ്പിച്ച താലന്തുകൾ, ആ അഭിഷേകത്തിന്റെ ശക്തി അതാരെങ്കിലും കളിയാക്കിയാൽ പോകുന്നതല്ല. അതതിൻ്റെ ശക്തി അതിൻ്റെ അവസരത്തിൽ അത് തെളിയിക്കുന്നതാ. അത് ദൈവം തെളിയിക്കും. ദൈവം തെളിയിക്കും. നിന്നെ പരിഹസിച്ചവരുടെ മുമ്പിൽ, നിന്ദിച്ചവരുടെ മുമ്പിൽ ദൈവം നിന്നെ മാനിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിന് അവസരം നൽകിയ കർത്താവിൻ്റെ ദാസനോടും ഈ
സഭയോടുമുള്ള എൻ്റെ പ്രത്യേകമായ സ്നേഹവും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് വളരെ ഐശ്വര്യമായി നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവഭക്തനിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും ഹല്ലേലൂയ സഭയുടെ അവസ്ഥകൾ മനസ്സിലാക്കി വ്യക്തിപരമായി ഹല്ലേലൂയ പലരോടും കർത്താവിൻ്റെ വചനം ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപക്ഷെ നമ്മൾ ഏവരോടുമാണത്. ഏറിയോ കുറഞ്ഞോ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ വിട്ടുകളയേണ്ട കയ്പുണ്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ വിവിധ അനുഭവങ്ങളിലൂടെ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവഭക്തന്മാരുടെ അനുഭവങ്ങളിലൂടെ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മോട് ഇടപെട്ടുകൊണ്ടിരുന്നല്ലോ ദൈവമക്കളെ. കയ്പ് വച്ചുകൊണ്ടിരുന്നാൽ അത് ഹല്ലേലൂയ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ബ്ലെസ്സിങ്സിന് അത് ഹല്ലേലൂയ അത് തടസ്സമാണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എത്രയോ വ്യക്തമായി നമ്മോട് സംസാരിച്ചു. ഇനിയും നാം കയ്പ് വെച്ചുകൊണ്ടിരിക്കണമോ? ഹല്ലേലൂയ മനഃപൂർവ്വമായി ഹല്ലേലൂയ വിട്ടുകളയുവാൻ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ഇന്ന് ഈ വൈകവേളയിൽ നമ്മോട് ഇടപെട്ടെങ്കിൽ ഹല്ലേലൂയ അപ്പാ ഞങ്ങൾ ഹല്ലേലൂയ നിന്റെ സന്നിധിയിൽ സമ്മതിക്കുന്നു, സമർപ്പിക്കുന്നു. ഇനി ഞാൻ കയ്പോടെ മുന്നോട്ട് പോകുകയില്ല. എൻ്റെ സഹോദരനോട് ഞാൻ ക്ഷമിക്കും, എൻ്റെ പാസ്റ്ററോട് ഞാൻ ക്ഷമിക്കും. ഹല്ലേലൂയ എൻ്റെ കൂട്ടുവിശ്വാസികളോട്, എൻ്റെ സഹോദരങ്ങളോട് ഞാൻ ക്ഷമിക്കും എന്നുള്ള ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഒരു ആഴമേറിയ സമർപ്പണം ഹല്ലേലൂയ ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഹല്ലേലൂയ ആദ്യ സെഷനിൽ ഉണ്ടാകട്ടെ എങ്കിൽ കർത്താവ് സന്തോഷിക്കും, സ്വർഗം സന്തോഷിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവം ഇസ്രായേലിന് പ്രമാണം കൊടുത്തപ്പോൾ അവൻ പ്രത്യേകം പറഞ്ഞൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ യാഗം കഴിക്കുമ്പോൾ ഹല്ലേലൂയ യാഗം മൃഗത്തിൽ നിന്ന് കയ്പ് എടുത്ത് മാറ്റണം. പ്രൈസ് ദി ലോർഡ്. കയ്പ് മാറ്റിയിട്ട് അത് മാറ്റിയിട്ട് മാത്രമേ യാഗം കഴിക്കാവൂ. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോഴും പരിശുദ്ധാത്മാവ് അത് തന്നെ പറയുന്നു. ഹല്ലേലൂയ നമ്മുടെ ഹല്ലേലൂയ ഹല്ലേലൂയ കയ്പ് മാറ്റി അതിനു പകരം സ്നേഹം ഹല്ലേലൂയ കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ്. സ്നേഹം എന്ന കൽപ്പന നമുക്ക് തന്നിരിക്കുകയാണ്. കർത്താവ് നമ്മോട് ക്ഷമിച്ചതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ക്ഷമിക്കാം. പരിശുദ്ധാത്മാവ് ശക്തമായി നമ്മോട് സംസാരിച്ചല്ലോ. ഹല്ലേലൂയ ആരും ദൈവകൃപ വിട്ടുമാറരുതെന്നും ദൈവകൃപ വിട്ടുമാറിയാൽ ഹല്ലേലൂയ ആമേൻ സ്തോത്രം കയ്പുള്ള വേര് മുളയ്ക്കുമെന്ന് പരിശുദ്ധാത്മാവ് മുന്നറിയിപ്പ് നൽകിയല്ലോ. ഹല്ലേലൂയ അതിനാൽ മലിനപ്പെടുമെന്നും മലിനതയുടെ ഉണ്ടാകുമെന്നും അതനേകം മലിനപ്പെടുമെന്നും അത് നമ്മെ മലിനപ്പെടുത്തുമെന്നും ഒക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് ഇടപെട്ടല്ലോ. അതിനാൽ ദുർനടപ്പ് ഹല്ലേലൂയ ഹല്ലേലൂയ ഉണ്ടാകുമെന്നും ഹല്ലേലൂയ ആമേൻ അഭക്തി കടന്നു വരുമെന്നും ഒക്കെ പരിശുദ്ധാത്മാവ് ശക്തമായി നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഹല്ലേലൂയ ഈ ഉപവാസം ഹല്ലേലൂയ ഒരു വലിയ അനുഗ്രഹമായി തീരേണ്ടതിന് ഹല്ലേലൂയ തുടർന്നുള്ള ദിവസങ്ങളെ ദൈവപ്രവൃത്തി നമ്മുടെ മധ്യേ വെളിപ്പെടേണ്ടതിന് നമ്മെ ആഴമായി ഒന്ന് സമർപ്പിക്കാം. റിബന ഹംദര റിഗജ ഉച്ചല റിഗജ റിബന ഹബ്തല രഗജ റിബന ഹബ്തല രഗജ രാജ റിഗാര ഹംദല റിഗജ രബജബ സംദല രഗജ ലവരാദ രാജല ഉച്ചല രഗജ രബാന ബാലബ സബ്തല റിഗജ രബരാദ രാജലം റിബല ഹംദല റിഗജ ലവരാദ രാജലാദര റിഗജ ബരാദ രാജലാദര രാജല അങ്ങനെ ചെയ്യുമെങ്കിൽ ഹല്ലേലൂയ അന്ധകാര മണ്ഡലങ്ങൾ ഹല്ലേലൂയ നമുക്കെതിരെ എഴുതുന്ന രേഖകളുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ആദ്യം ഇടപെട്ടല്ലോ. ആ രേഖകളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങൾ മാറ്റും. ഹല്ലേലൂയ നമ്മളൊക്കെ നാം കയ്പ് മാറ്റുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ജീവിതത്തിനെതിരെ നമുക്കെതിരെ നമ്മുടെ തലമുറകൾക്കെതിരെ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ദൂട്ടൻ എഴുതിയ രേഖകളെ പരിശുദ്ധാത്മാവ് മാറ്റിമറിക്കുമെന്ന് നമ്മോട് ഇടപെട്ടല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ തലമുറകളുടെ അനുഗ്രഹത്തിനായിട്ട് നമ്മുടെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഹല്ലേലൂയ ദൈവാത്മാവ് പറഞ്ഞതുപോലെ അടുത്തു ചെല്ലാം. ഹല്ലേലൂയ നമ്മെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് അടുത്തു ചെല്ലാം. ഹല്ലേലൂയ ആ യേശാവിനെ പോലെ നാം ആകരുതെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഹല്ലേലൂയ കൈനെ പോലെ ആകരുതെന്ന് പറഞ്ഞു. അവർക്ക് മാനസാന്തരപ്പെടാൻ ദൈവം ഒത്തിരി അവസരങ്ങൾ കൊടുത്തു. എന്നിട്ടും ഹല്ലേലൂയ അവരെ കേട്ടില്ല. അല്ലെ നവോമിയുടെ വ്യവസ്ഥയിലേക്ക് കടന്നു പോകരുതെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറഞ്ഞല്ലോ. ഹല്ലേലൂയ അപ്പനെ വിട്ട് അകന്നു പോയ മകനെ പോലെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല അമ്പൂത്ത പുത്രൻ ഹല്ലേലൂയ തൻ്റെ ജീവിതത്തിലെ ഹല്ലേലൂയ ഹല്ലേലൂയ കയ്പ് ഹല്ലേലൂയ ആ കയ്പിന് അനുഭവം കൊടുത്തതുപോലെ നാം ആയിത്തീരരുത് എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ശക്തമായി ഇടപെട്ടുകൊണ്ടിരുന്നല്ലോ. ആകയാൽ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്ന നമുക്ക് നമ്മെ പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദൈവദാസനെ ദൈവം
ശക്തമായി കരങ്ങൾ ഉപയോഗിച്ചല്ലോ. ഇനിയും അനേകർക്ക് അനുഗ്രഹമായി അനേകിടങ്ങളിൽ ഈ കർത്താവിൻ്റെ വരവേറ്റുമെടുത്തുകൊണ്ടിരിക്കുന്ന ഈ അന്ത്യകാലഘട്ടത്തിൽ ഹല്ലേലൂയ ആമേൻ ശക്തമായി ഹല്ലേലൂയ സഭയുടെ ശുദ്ധീകരണത്തിനും ഹല്ലേലൂയ അനേകരുടെ വിടുതലിനും അനേകര മനസ്സാന്തരത്തിനുമായി ദൈവഭക്തനെ കുടുംബമായി ദൈവം ശക്തമായി ഉപയോഗിക്കട്ടെ. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും ഹല്ലേലൂയ ദൈവസന്നദ്ധയിൽ ഹൃദയ നുറുക്കത്തോടെ ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ പൂർണ്ണമായ സമർപ്പണത്തോടെ ആയിരിക്കുമ്പോൾ ഇപ്പോൾ സ്വോത്രം ഞാൻ പാസ്റ്റർ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ഇന്നത്തെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഈ ഒന്നാമത്തെ സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ടു ലോർഡ്. ഗ്ലോറി ടു ലോർഡ്. കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനുമായ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, മനോഹര സമയത്തിനായി നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈ മാസവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ രാത്രികാലം കർത്താവെ സഭയായി കടന്നു വന്ന് തിരുസന്നിധിയിൽ വാസത്തോടും പ്രാർത്ഥനയോടുമായിരിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് നൽകിയ സാക്ഷ്യത്തിനായി സ്തോത്രം. കർത്താവെ ഈ വാസം ഹല്ലേലൂയ വലിയ അനുഗ്രഹവും വിടുതലുമാക്കി അവിടുന്ന് മാറ്റാൻ പോകുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് ഞങ്ങളുടെ മധ്യ അയച്ച കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ വചനത്തിലൂടെ ഞങ്ങളോട് അവിടെ ഇടപെട്ടല്ലോ. കയ്പിൻ്റെ അനുഭവങ്ങൾ സ്തോത്രം ഞങ്ങളുടെ അനുഗ്രഹത്തെ തടയുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദാസനിലൂടെ അവിടെ നിന്ന് സംസാരിച്ചല്ലോ. കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ കയ്പിൻ്റെ വേരുകൾ മുളയ്ക്കാതെ വണ്ണം ഹല്ലേലൂയ മാറ്റേണ്ടത് മാറ്റി ഹല്ലേലൂയ ക്രമപ്പെടുത്തുവാൻ സ്തോത്രം. വിഷയങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദിവസം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വാസ്തവോടെ കടന്നു വന്നിരിക്കുന്ന അവിടുത്തെ മക്കളെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തക്ക സമയം ലഭിക്കാത്തത് കൊണ്ട് ആരെങ്കിലും കയ്പിൻ്റെ അനുഭവത്തിലായിരിക്കുന്നുവെങ്കിൽ സ്തോത്രം. ഇന്നത്തെ വചനത്തിന് മുമ്പാകെ തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കർത്താവേ ഹല്ലേലൂയ അവരോട് ക്ഷമിച്ച് അവരുടെ വിഷയങ്ങൾക്ക് അവിടെ നിന്ന് മറുപടി തക്ക സമയത്ത് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലമുറകളൊക്കെയും വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന സ്ഥാനങ്ങളിൽ സൂക്ഷിക്കണമേ. കർത്താവ് ഇന്ന് ഹല്ലേലൂയ കടന്നു വന്ന അവിടുത്തെ മക്കളെ ഏൽപ്പിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ അവർ മുമ്പിൽ വെച്ചിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ തക്ക സമയത്തോടെ വിടുതൽ നൽകണമേ. ഇവിടെ സൂക്ഷിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാരെ എല്ലാം തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കും. സാറിനായി സ്തോത്രം. തോമസ് കുട്ടി പാസ്റ്റർ ഏൽപ്പിക്കുന്നു. ജിനു ജോസഫിനായി പ്രാർത്ഥിക്കുന്നു. രാജീവ് സാറിന് കുടുംബത്തിനായി സ്തോത്രം. എല്ലാവരെയും കുടുംബങ്ങളെ ഇവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മധ്യവചനവുമായി അയച്ച ജോൺ വർഗീസ് എന്ന കർത്താവൻ ദാസനായി സ്തോത്രം. യാത്രയിലൊക്കെയും കൂടെ ഇരുന്നല്ലോ മടക്കയാത്രയിലും അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയത്തെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. അവിടുത്തെ പുത്രന് ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷകനുമായ യേശു ക്രിസ്തു മൂലം പ്രാർത്ഥന കേട്ട് വിടിയിക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. കർത്താവ് പ്രാർത്ഥനയുടെ ഓർത്ത് നമുക്ക് കരം ഉയർത്തി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമ്മുടെ മധ്യേ കടന്നു വന്നത് ശുശ്രൂഷയിൽ നമ്മെ സഹായിച്ച കർത്താവിൻ്റെ വലിയ ദാസനോടുള്ള ദൈവസഭയുടെ നന്ദിയെ അറിയിച്ചുകൊള്ളുമാറാകട്ടെ. കണ്ണുകളടയ്ക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേൽ ഇന്നോർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേൽ വിശേഷാൽ ഇന്ന് രാത്രി കർത്താവെ അവിടുത്തെ വചനം ആധികാരികമായി ശുശ്രൂഷിച്ച അങ്ങയുടെ വലിയ ദാസന്റെ മേൽ കുടുംബത്തിന്മേൽ ഇന്നും എന്നേക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് നൽകിയ ദൈവത്തിന് കരം ഉയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, കർത്താവ് നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സമാധാനത്തോടെ പിരിഞ്ഞു പോകാം. നാളെ രാവിലെ 11 മണിക്ക് തന്നെ ഉപവാസ പ്രാർത്ഥന പ്രാർത്ഥിച്ചാരംഭിക്കുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയോടെ കടന്നു വരുവാൻ പ്രത്യേക ഓർമ്മിക്കുന്നു. സ്തോത്രം.